वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरये। हे कृष्णा करुणा सिन्धो दीनबन्धो जगत्पदे गोपेशा गोपिका कान्द राधा कान्द नमोस्तुते। तप्त काञ्चन गौरांगी राधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये। वाञ्छाकल्पतरुभ्यश्च कृपासिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। नमो ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमते जयपताक स्वामिन् इति नामिने। नमः आचार्यपादाय सिद्धाय कृपाप्रदायिने गौरकदादामदाय नगरग्रामतारिणे। नमः ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमते भक्तिवेदान्त स्वामिन् इति नामिने। नमस्ते सारस्वते देवे
ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദേ പാശ്ചാത്യ ദേശതാരിണേ ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. നമുക്ക് ശ്രീമദ് ഭാഗവതം ദ്വിതീയ സ്കന്ധമാണ്. അതില് അധ്യായം 7. ജയ ജയ ഭാഗവത ദേവാ ജയ ജയ ഭാഗവത ജയ ജയ രാധാ കൃഷ്ണ സ്വരൂപ ജയ ജയ ഭാഗവത ദേവാ ജയ ജയ ഭാഗവത ജയ ജയ ദ്വാപര യുഗത്തില് അവസാനം കൃഷ്ണ ഭഗവാൻ തിരിച്ചു പോയപ്പോ പിന്നെ നമുക്ക് ആരെയാണ് അഭയം പ്രാപിക്കേണ്ടത് പറഞ്ഞത്? സൂര്യ തേജസ്സോട് കൂടിയിട്ടുള്ള അത്യുജ്വലമായ ശ്രീമദ് ഭാഗവതം ഇവിടെ വെച്ചിട്ടാണ് ഭഗവാൻ പോയത് അല്ലേ. അപ്പോ ഭാഗവത്തിനെയാണ് നമ്മൾ കലിയുഗത്തില് ആശ്രയിക്കുന്നത്. ഭഗവാൻ അല്ലെ ലീലകളൊക്കെ അവസാനിപ്പിച്ച് തിരിച്ചു പോയി നാമരൂപത്തിലും ഭാഗവത രൂപത്തിലും പിന്നെ പ്രസാദ രൂപത്തിലും അല്ലെ നമ്മൾ ഭഗവാനെ ആശ്രയിക്കുന്ന ആ രീതിയിലാണ്. അപ്പോൾ ഭാഗവതം ശരിക്കും രാധയും കൃഷ്ണനും തന്നെയാണെന്നാണ് പറയുന്നത്. അപ്പോൾ അധ്യായം 7 സവിശേഷമായ കർമ്മങ്ങളോട് കൂടിയിട്ടുള്ള നിർദ്ദിഷ്ടമായ അവതാരങ്ങൾ, ഇതാണ് ഈ ചാപ്റ്ററിന്റെ പേര്. ഇതിൽ 53 ശ്ലോകങ്ങളുണ്ട്. ഇതിന്റെ ഒരു സമ്മറിയാണ് നമ്മൾ പറയുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ നാരദ മഹർഷിക്ക് ബ്രഹ്മദേവൻ പറയണതായിട്ടാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതായത് നാരദ മഹർഷി ബ്രഹ്മദേവന്റെ മകനായിട്ടാണ് ജനിച്ചത്. അപ്പോൾ ബ്രഹ്മദേവൻ സർവ്വ സൃഷ്ടി നടത്തുന്ന കണ്ടപ്പോൾ നാരദ മഹർഷി വിചാരിച്ചു ബ്രഹ്മാവാണ് ഈശ്വരൻ എന്ന് വിചാരിച്ചു. അങ്ങനെ കുറച്ചു ദിവസം കഴിഞ്ഞപ്പോഴാണ് ബ്രഹ്മദേവൻ ധ്യാന നിരതനായിട്ടിരിക്കുന്നത് കണ്ടത്. അപ്പോൾ ഈ ബ്രഹ്മദേവനാണല്ലോ ഈശ്വരൻ, പിന്നെ ഇദ്ദേഹം ആരെയാണ് ധ്യാനിക്കണേ എന്നുള്ളൊരു സംശയം വന്നു. അങ്ങനെ ബ്രഹ്മദേവനോട് ചോദിക്കുകയാണ്, അങ്ങ് ആരെയാണ് ആരാധിക്കുന്നത് അല്ലെ, അങ്ങാണ് ഈശ്വരൻ എന്നാണ് ഞാൻ വിചാരിച്ചത്. അപ്പോഴാണ് ബ്രഹ്മദേവൻ പറഞ്ഞു കൊടുക്കുന്നത് ആരാണ് ഈശ്വരൻ അല്ലെ. ഈശ്വര പരമാ കൃഷ്ണ സച്ചിദാനന്ദ വിഗ്രഹ അനാദിരാദിർ ഗോവിന്ദ സർവകാരണ കാരണം. ഇനി ഈശ്വരനെ കുറിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ് നാരദ മഹർഷിക്ക്. ആര് പറഞ്ഞു കൊടുക്കുകയാണ്? ബ്രഹ്മാവ്. അതിങ്ങനെ കുറച്ച് ചാപ്റ്ററായി തുടങ്ങിയിട്ട് അതിൽ 7ാമത്തെ ചാപ്റ്ററിൽ പറയുന്നത് അവതാരങ്ങളെ കുറിച്ചിട്ടാണ്. ഇനി ബ്രഹ്മാവ് ആർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്? നാരദ മഹർഷിക്ക് പറഞ്ഞു കൊടുക്കുക. അപ്പൊ നോക്കാം ഇതിലെന്താണെന്ന് പറയുന്നത്.
അപ്പോൾ ബ്രഹ്മാവ് സമസ്ത പ്രപഞ്ച രഹസ്യങ്ങളെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു കൊടുത്തു. ഓരോന്നോരോന്ന് എങ്ങനെ പ്രപഞ്ചം ഉണ്ടായി, ആരാണ് ആദ്യം ഉണ്ടായത്, അല്ലെ, ഞാൻ എങ്ങനെ ഉണ്ടായതെന്നൊക്കെ പറഞ്ഞു കൊടുത്ത് പിന്നെ അദ്ദേഹം നിർദ്ദിഷ്ടമായ ഭഗവാന്റെ അവതാരങ്ങൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞു കൊടുക്കണം, അല്ലെ. അതിൽ ജയദേവ ഗോസ്വാമി 10 അവതാരങ്ങളെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ശരിക്കും 22 അവതാരങ്ങൾ ഭാഗവത്തിൽ പറയുന്നുണ്ട്. പക്ഷെ 22ലും നിൽക്കില്ല. ഭഗവാന്റെ അവതാരങ്ങൾ എങ്ങനെയാണ്? തിരമാലകൾ പോലെയാണ്. ഭഗവാൻ തോന്നുമ്പോൾ തോന്നിയ പ്രപഞ്ചത്തിൽ എപ്പോ വേണമെങ്കിലും അവതരിക്കും, അല്ലെ. ഭഗവാൻ പൂർണ്ണ അഭിജ്ഞസ്വരാട് പറഞ്ഞാൽ പൂർണ്ണ സ്വതന്ത്രനാണ്, അല്ലെ. അദ്ദേഹം പൂർണ്ണ അഭിജ്ഞൻ, എല്ലാ അറിവുള്ളവനും പൂർണ്ണ സ്വതന്ത്രനുമാണ്. അദ്ദേഹത്തിന് ഇഷ്ടമുള്ളത് എന്തും എപ്പോഴും ചെയ്യും എന്നാണ് ഭഗവാൻ. അപ്പൊ ഇവിടെ ആദ്യ അവതാരം വന്നത് ഇവിടെ പറയുന്ന ആദ്യത്തെ അവതാരം എന്താണ്? നമ്മുടെ ഹിരണ്യാക്ഷനെ കൊല്ലാനായിട്ട് വന്നിട്ടില്ല. ആരാണ് ഹിരണ്യാക്ഷനെ കൊല്ലാൻ വന്നത്? നരസിംഹനല്ല, അത് ഹിരണ്യകശിപുവിനെ. ഹിരണ്യാക്ഷനെ കൊല്ലാൻ വന്നത് വരാഹമൂർത്തിയുടെ അവതാരമാണ് ഇവിടെ ആദ്യം പറയുന്നത്. അതായത് ഹിരണ്യാക്ഷൻ എന്നുള്ള ആദ്യമായിട്ടുണ്ടായ അസുരനാണ് ഹിരണ്യാക്ഷൻ, അല്ലെ. ഹിരണ്യകശിപു, ഹിരണ്യാക്ഷൻ നമ്മൾ കേട്ടിട്ടുണ്ട്. ജയവിജയന്മാര് കാവൽ നിന്നതും, അല്ലെ, അവർക്ക് 4 കുമാരന്മാര് ശാപം കൊടുത്തതും, ആ ശാപത്തിന്റെ ഫലമായിട്ട് ജയവിജയന്മാര് 3 ജന്മം, അല്ലെ, അസുരന്മാരായിട്ട് പിറന്നു. ആദ്യത്തെ ജന്മം ഏതായിരുന്നു? അവരുടെ ഹിരണ്യാക്ഷൻ, ഹിരണ്യകശിപു, അല്ലെ. ഹിരണ്യാക്ഷനും ഹിരണ്യകശിപുവായിട്ടാണ് അവർ ആദ്യം ജനിച്ചത്. പിന്നെയാണ് ആരാണ്? രാവണനും കുംഭകർണനുമായിട്ട് ജനിക്കും. തേർഡ് ആയിട്ടാണ് പിന്നെ വരുന്നത് കംസനല്ല, ശിശുപാലനും ദന്തവക്ത്രനും ആണ്. അവർ 3 ജന്മ. ലാസ്റ്റ് ജന്മത്തിലാണ് അവർക്ക് മുക്തി കിട്ടി തിരിച്ച് വൈകുണ്ഠത്തിൽ തന്നെ പോകും. ആരാണ്? ജയവിജയന്മാര്. അപ്പൊ അതിൽ ആദ്യത്തെ ഇതാണ് അവരുടെ ജന്മാണ് ഹിരണ്യാക്ഷനും ഹിരണ്യകശിപുവും. അപ്പൊ ഹിരണ്യാക്ഷൻ വന്നിട്ട് എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ഭയങ്കര ബലമായിരുന്നു, അല്ലെ. എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ വൈകുണ്ഠത്തുനിന്ന് ജനിക്കുന്ന ആൾക്കാരാണ്, സാധാരണ വ്യക്തികളല്ല ഹിരണ്യാക്ഷനൊക്കെ. ഭഗവാൻ സാധാരണ വ്യക്തികളോട് യുദ്ധം ചെയ്യോ? അല്ലെ. അതിശക്തന്മാർക്ക് വേണ്ടേ ഭഗവാൻ ഇവിടെ അവതരിക്കുള്ളൂ. സാധാരണ ആൾക്കാർക്ക് വേണ്ടി ഭഗവാൻ അവതരിക്കേണ്ട കാര്യമില്ല. അതിശക്തനായിരുന്നു ഹിരണ്യാക്ഷൻ. അവൻ ഭയങ്കര ബലം, അല്ലെ. മരങ്ങളൊക്കെ പിഴുതെടുക്കുന്നതൊക്കെ ഇടിച്ച് എല്ലാം നിരത്താണ്. അവന്റെ ശക്തിക്ക് തുല്യമായിട്ട് ഒന്നുമില്ല അവന് യുദ്ധം ചെയ്യാൻ, അല്ലെ. അങ്ങനെ നടന്ന് അഹങ്കാരത്തോട് നടക്കുകയാണ്. അങ്ങനെ അവസാനം ഭൂമി എടുത്തിട്ട്, അഹങ്കാരം കൊണ്ട് ഭൂമി എടുത്തിട്ട് ഗർഭസമുദ്രത്തിലേക്ക് താഴ്ത്താണ്. അപ്പോ ഭൂമിദേവി, അല്ലെ, ഭൂമിദേവിക്ക് ആകെ വിഷമായി. ലോകം മുഴുവൻ പ്രശ്നങ്ങളായപ്പോ ബ്രഹ്മാവും ദേവതകളൊക്കെ വന്നിട്ട് ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ്. അപ്പൊ ഭഗവാനോട് പ്രാർത്ഥിക്കുമ്പോ ആ പ്രാർത്ഥന സമയത്ത് തന്നെ ബ്രഹ്മാവിന്റെ മൂക്കിൽ നിന്ന് എന്താ വരാഹമൂർത്തി, തേജസ്വി ആയിട്ടുള്ള വരാഹ രൂപത്തില് ഭഗവാൻ വരുന്നത്. ഭഗവാൻ വരാഹ രൂപത്തിൽ വരുമ്പോ എന്ത് ചന്താലേ. നമ്മള് ആ സിനിമ കണ്ടത് ആരൊക്കെയുണ്ട്? അതില് വരാഹമൂർത്തി വരുന്ന വരവ് കണ്ടല്ലേ. മൂക്കിലിങ്ങനെ എന്താണ് ഇതൊക്കെ വെച്ചിട്ട് വനമൗത്തികം, അല്ലെ. അത് നല്ല ആഭരണങ്ങളൊക്കെ ഇട്ടിട്ട് കിരീടമൊക്കെ വെച്ചിട്ട് വരാഹമൂർത്തിനെ കണ്ടാൽ നമുക്ക് പ്രേമിക്കാൻ തോന്നും. സാധാരണ വരാഹത്തിനെ കാണുമ്പോൾ നമുക്കല്ലേ ഒരു നികൃഷ്ട ജീവിയായിട്ട് തോന്നുന്നത്. പക്ഷെ ഭഗവാൻ വരാഹമൂർത്തിയായിട്ട് വരുമ്പോ നമുക്കൊക്കെ അല്ലേ എന്താ തോന്നിയത്, അല്ലെ. എന്തൊരു ഭംഗിയാണ് വരാഹനായിട്ട്. ആ വരാഹനായിട്ട് വന്നിട്ട് ആദ്യം തന്നെ എന്താ ചെയ്യാ? ആദ്യം തന്നെ ഭൂമിദേവിയെ സംരക്ഷിക്കുക. അദ്ദേഹത്തിന്റെ തേറ്റയിൽ ഭൂമിദേവിനെ കൊണ്ടല്ലേ. ഭൂമി അദ്ദേഹത്തിന്റെ പത്നിയാണ്. അപ്പൊ ഭൂമിദേവി ആദ്യം സംരക്ഷിക്കും. എന്നിട്ട് അദ്ദേഹം ഒരു നൃത്തമാണ്, അങ്ങനെ നിൽക്കും. ആരാണല്ലേ യുദ്ധം ചെയ്യാൻ. അങ്ങനെയാണ് നമ്മുടെ ഹിരണ്യാക്ഷൻ ആ വഴിക്ക് വരികയാണ് ഗതയെടുത്തിട്ട്, അല്ലെ. എന്താ ചെയ്യണ്ട? ആരാണ് എന്നെ ഇടിക്കാൻ ശക്തി? എന്ത് പർവ്വതത്തിലേക്ക് ഇടിച്ച് നിരത്താണ് ഹിരണ്യാക്ഷൻ. അത്രയ്ക്കും യുദ്ധ കൊതിയാണ് ഹിരണ്യാക്ഷന്. അങ്ങനെ നോക്കുമ്പോൾ ഒരു പർവ്വതം പോലെ ഒരാൾ നിൽക്കണു. വരാഹമൂർത്തിനെ നെഞ്ചിട്ട് ആഞ്ഞൊരു ഇടിയിടിക്കും. ഇളകണ പോലില്ല, അല്ലെ. എന്താണ് നമ്മള് ജിമ്മൊക്കെ ചെയ്ത് നിൽക്കുന്ന ആൾക്കാരില്ലേ, അതുപോലെ. ഇവിടത്തെ ജിമ്മുകാരല്ല ഭഗവാൻ എന്ന് പറയണത്, അല്ലെ. ഭയങ്കര ശക്തിമാനാണ്. ഒരു ഇടിയൊക്കെ ഇടിച്ചപ്പോ ഇളകണില്ലേ. ആരത് എന്നേക്കാൾ ശക്തിയാ. പിന്നെ ഒന്നും കൂടി ഇടിച്ചു നോക്കി, ഇളകണില്ലേ. ഭഗവാൻ അങ്ങനെ തന്നെ നിൽക്കണേ, ലോഹം ഉരുക്കി നിൽക്കണ പോലെ. അപ്പൊ യുദ്ധത്തിന് പറ്റിയ ആളെ കിട്ടിയെന്ന് പറഞ്ഞിട്ട് ഭയങ്കര പൊരിഞ്ഞ യുദ്ധം നടക്കും ഇവര് തമ്മിൽ, അല്ലെ. യുദ്ധം നടന്നിട്ട് അവസാനം ഗതയൊക്കെ എടുത്ത് യുദ്ധം ചെയ്യും. ഭഗവാൻ വരാഹമൂർത്തി ഹിരണ്യാക്ഷൻ യുദ്ധം ചെയ്ത് അവസാനം ഗത കൊണ്ട് വരാഹമൂർത്തി ഹിരണ്യാക്ഷനെ അടിച്ചു കൊല്ലും. അങ്ങനെ വധിച്ചു. അതാണ് ഫസ്റ്റ് ഇവിടുത്തെ അവതാരമായിട്ട് ബ്രഹ്മാവ് പറയണത്. അതായത് സൃഷ്ടിയുടെ ആരംഭം മുതൽ ഭൗതിക പ്രപഞ്ചത്തിൽ 2 തരം ആളുകളുണ്ടെന്നാ പറയുന്നത്. ഒന്ന് അസുരന്മാരും ഒന്ന് ദേവന്മാർ. ഈ ഭൗതിക സൃഷ്ടിയിലാണ് കേട്ടോ ഈ വ്യത്യാസം ഉള്ളത്. ആധ്യാത്മിക ലോകത്ത് ഈ അസുരനും ദേവനൊന്നും ഇല്ല. ആധ്യാത്മിക ലോകത്ത് ഓൺലി ഭക്തന്മാര്. വൈകുണ്ഠം ഗോലോകമാണ് ആധ്യാത്മിക ലോകം എന്ന് പറഞ്ഞത്. അവിടെ ഭക്തന്മാര് മാത്രമേ ഉള്ളൂ. അവിടെ വേറൊരു ചിന്തയില്ല, ഉത്കണ്ഠയില്ല, സദാ ആനന്ദത്തിൽ കഴിയണവരാണ് അവിടെ. 16 വയസ്സിന് മേലെ ആർക്കും പ്രായമില്ല. നല്ല സുന്ദരന്മാരും സുന്ദരിമാരും. വൈകുണ്ഠത്തിലൊക്കെ 4 കൈകളാണ്. ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒക്കെ 4 കൈയാണ്. ഗോലോക വൃന്ദാവനത്തിൽ 2 കൈയുള്ള ശ്യാമസുന്ദര ഫോമിലെ ആരാധിക്കുന്നവര്. അങ്ങനെയാണ് വൈകുണ്ഠ ലോകത്ത്. പക്ഷെ ഭൗതിക ലോകം, ഭൗതിക സൃഷ്ടി തുടങ്ങിയപ്പോൾ തന്നെ 2 തരത്തിലുള്ള ആളുകൾ വന്നു, ദ്വന്ദ്വകൾ വന്നു, അല്ലെ. ഒന്ന് ദേവന്മാരും ഒന്ന് അസുരന്മാർ. അസുരന്മാർ എപ്പോഴും ഭഗവാന്റെ നിയമങ്ങളെ ലംഘിക്കുന്നവരാണ്. ദേവന്മാര് ഭഗവാന്റെ നിയമങ്ങളെ അനുസരിക്കുന്നവരാണ്. അപ്പൊ ഈ ഹിരണ്യാക്ഷൻ എന്ന് പറഞ്ഞത് ഒരു അസുരനായിരുന്നു. അപ്പൊ അങ്ങനെ വരാഹ അവതാരം എന്തിനു വേണ്ടിട്ടാ വന്ന? ഈ ഹിരണ്യാക്ഷനെ വധിക്കാനും ഭൂമിദേവിയെ
മുകളിലേക്ക് ഉയർത്താൻ വേണ്ട വന്നത്. അപ്പൊ അതില് നമ്മുടെ ജയദേവ ഗോസ്വാമി എഴുതിയിട്ടുണ്ട്. അതില് വസതി ദശന ശിവരേ, മാതാജി ആ ട്യൂണിൽ പാട്. വസതി ദശന ശിവരേ ധരണി തവ ലഗ്ന ശശിനി കളങ്ക കളേവ നിമഗ്ന കേശവധൃദാശൂകര രൂപ ജയ ജഗദീശ ഹരേ ജയ ജഗദീശ ഹരേ. ജയദേവ ഗോസ്വാമിയാണ് എഴുതിയിരിക്കുന്നത് അല്ലെ. അത് 10 അവതാരത്തിനെയും വർണ്ണിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ ശൂകര രൂപ, ശൂകരൻ എന്ന് പറഞ്ഞാൽ വരാഹമൂർത്തിയാണ് കേട്ടോ. അല്ലയോ കേശവ എന്നാണ് അതിന്റെ അർത്ഥം പറയണ്ടത്. വരാഹരൂപം കൈകൊണ്ട് അല്ലയോ പരമപുരുഷ എന്നാണ് പറയണത്. വിഭോ, ഭൂലോകം അങ്ങയുടെ ദംഷ്ട്രകളിൽ നിലകൊണ്ടപ്പോൾ അത് ശബളീകൃതമായ ചന്ദ്രനെ പോലെ കാണപ്പെട്ടിരുന്നു എന്ന്. ഭൂലോകത്തിന് ഭഗവാന്റെ ദംഷ്ട്രങ്ങളിൽ ഭൂലോകം നിൽക്കുമ്പോൾ ഒരു ചന്ദ്രൻ നിൽക്കണ പോലെ തോന്നി എന്നാണ് ആര് പറയണത്? ജയദേവ ഗോസ്വാമി. ഇനി അടുത്തത് പറയുന്നത് പ്രജാപതിമാരുടെ ഈ സൃഷ്ടികളെ കുറിച്ചിട്ടാണ് പറയുന്നത് കേട്ടോ. ഇപ്പൊ വരാഹമൂർത്തിയുടെ അവതാരം പറഞ്ഞു. ഇനി പ്രജാപതി സ്വന്തം പത്നിയായിട്ടുള്ള ആഹൂതിയുടെ ഗർഭത്തിൽ ആദ്യം സുയജ്ഞൻ എന്ന ഒരു ദേവനെ ജനിപ്പിച്ചു. സുയജ്ഞൻ പറഞ്ഞ ഭഗവാനെ പോലെ തന്നെയാണ്. അദ്ദേഹം എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ സുയജ്ഞൻ ഇന്ദ്രദേവനെ പോലെയാണെന്നാണ് പറയുന്നത്. 3 ലോകങ്ങളിലും കൊടിയ ദുരിതങ്ങളെയൊക്കെ അകറ്റിയിരുന്നു ആര്? ഈ സുയജ്ഞൻ. അതുകൊണ്ട് അദ്ദേഹത്തിനെ മനു വിളിച്ചിരുന്നത് ഹരി എന്നാണ്. ഹരിയാണ് ഹരിക്കുന്നവൻ. ദുഃഖങ്ങളെ മുഴുവൻ ഹരിക്കുന്നവൻ ആരാണ്? ഹരി. അതുകൊണ്ട് സുയജ്ഞനെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഹരി എന്ന് വിളിച്ചു. ആര് വിളിച്ചു? മനു ആണ് വിളിച്ചത്. ഇനി സുയജ്ഞൻ അദ്ദേഹത്തിന്റെ പത്നിയായിട്ടുള്ള ദക്ഷിണയില് ആദ്യം സുയമൻ എന്നുള്ളൊരു പുത്രനെയും പിന്നെ മറ്റു ദേവന്മാർക്കൊക്കെ ജന്മം നൽകി. ആരാണ്? ഈ സുയജ്ഞന്റെ പത്നിയും സുയജ്ഞനിൽ നിന്നാണ് ദേവന്മാരൊക്കെ ഉണ്ടായത്. ഇനി അടുത്തത് പ്രജാപതി ബ്രാഹ്മണൻ കർദമ മഹർഷി അടുത്ത അവതാരം പറയാണ്. കപില അവതാരമാണ് പറയണത്. കർദമ മുനിയുടെയും ദേവഹൂതിയുടെയും മകനായിട്ട് കപില മഹർഷി അവതാരം ചെയ്തു. അതായത് ദേവഹൂതിയുടെയും പുത്രനായിട്ട് ഭഗവാൻ കപിലൻ അവതരിച്ചു. സാംഖ്യയോഗമൊക്കെ പറഞ്ഞു കൊടുത്തത് ആരാണ്? കപില മഹർഷിയാണ്. ഈ കപില ദേവന്റെ അമ്മയായിട്ടുള്ള ദേവഹൂതിക്ക് വേണ്ടിയിട്ടാണ് ഭഗവാൻ ഈ ആത്മസാക്ഷാത്കാരത്തെ കുറിച്ചൊക്കെ പറഞ്ഞത്. ദേവഹൂതിക്ക് തന്റെ ഭർത്താവിനോട് വളരെ ആസക്തിയായിരുന്നു. ഭർത്താവ് പക്ഷേ 10ാമത്തെ മകനായിട്ടുള്ള കപിലൻ ജനിച്ചോടുകൂടി ദേവഹൂതിയെ വിട്ടിട്ട് തപസ്സിന് പോയി. പക്ഷെ ദേവഹൂതിക്ക് അത് സഹിക്കാൻ പറ്റണില്ല. അതായത് ആ ആസക്തി കാരണം. അപ്പൊ മകൻ ഉപദേശിക്കുകയാണ്, നമ്മൾ ഈ ശരീരമല്ല ആത്മാവാണ്. ആത്മസാക്ഷാത്കാരത്തെ കുറിച്ചിട്ടും നമ്മൾക്ക് ഈശ്വരനായിട്ടുള്ള ബന്ധത്തെ കുറിച്ചൊക്കെ സാംഖ്യയോഗത്തിലൂടെ അമ്മ ദേവഹൂതിക്ക് പറഞ്ഞു കൊടുത്തിട്ട് അമ്മ ആ വഴി മുക്തയാവുകയും ചെയ്തു. അങ്ങനെയാണ് ഈ കപിലാവതാരം ഉണ്ടായത്. ഇനി അടുത്തത് മഹാമുനി അത്രി മഹർഷി ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ്, എനിക്ക് ഭഗവാനെ അവിടുന്ന് പുത്രനായി വരണമെന്ന്. അങ്ങനെയാണ് ദത്താത്രേയൻ എന്നുള്ള പുത്രനായിട്ട് ഭഗവാൻ അവതരിച്ചത്. ഭഗവാന്റെ അവതാരം പറയണ ബോറടിക്കണ്ടോ അവതാരം പറയുമ്പോ ബോറടിക്കണെന്ന് കൈവോക്കിയാൽ മതി. നമുക്ക് അപ്പൊ എന്തെങ്കിലും ഒരു ഹരേ കൃഷ്ണ കീർത്തനം വല്ലതും ചെയ്യും. അത്രയും അനസൂയ ദേവിയല്ലേ? ദേവി അനസൂയും അത്രി മഹർഷിയുടെയും പുത്രനായിട്ട് ദത്താത്രേയനാണ് ജനിക്കുന്നത്. ഇവരുടെ പ്രാർത്ഥന അനുസരിച്ച് നമ്മളൊന്നും പ്രാർത്ഥിക്കാത്ത കാരണം നമുക്ക് ഇങ്ങനെയൊന്നും സംഭവിച്ചില്ല. അവരൊക്കെ ഭഗവാനോട് പ്രാർത്ഥിച്ച് ഭഗവാനെ അങ്ങ് പുത്രനായിട്ട് വരണം, അങ്ങ് ഭർത്താവായി വരണം എന്നൊക്കെ അല്ലേ നമുക്ക് ഇപ്പോഴാണ് ബോധം ഉണ്ടായത് ഇതൊക്കെ പ്രാർത്ഥിക്കണം എന്നുള്ളത്. അപ്പൊ ഇനി നമുക്ക് പ്രാർത്ഥിച്ച് തുടങ്ങാം അല്ലേ? കല്യാണം കഴിയാത്തവർക്ക് നേരത്തെ പ്രാർത്ഥിച്ച ഭഗവാനെ അങ്ങ് ഭർത്താവായി വരണേന്ന് അല്ലേ? നമ്മൾക്ക് അതൊക്കെ കഴിഞ്ഞിട്ടല്ലേ അറിഞ്ഞത്, അല്ലെങ്കിൽ മുമ്പ് അറിഞ്ഞാണെങ്കിൽ നമുക്ക് പ്രാർത്ഥിക്കായിരുന്നു. ഹരേ കൃഷ്ണ. ഇവിടെ അല്ല, ഈശ്വരനെ പോലെ ഏറ്റവും ശുദ്ധമായ ഒരാളില്ലല്ലോ. അതിന് പകരം വയ്ക്കാൻ ആരെയും കിട്ടില്ല. ഒരു ബന്ധത്തിലും ഭർത്താവായിക്കോട്ടെ, കാമുകനായിക്കോട്ടെ, മകനായിക്കോട്ടെ, ഫ്രണ്ട് ആയിക്കോട്ടെ, അല്ലെ അച്ഛനമ്മ ആയിക്കോട്ടെ, ഏത് ബന്ധം എടുത്താലും ഈശ്വരനെ പോലെ സന്തോഷമായിട്ട് അതുപോലൊരു ലെവലിലൊരാള് നമുക്ക് അച്ഛനമ്മയും ഭഗവാനെ പോലെയുള്ള ഒരു അച്ഛനമ്മേനെയും കിട്ടില്ല അല്ലേ? നമ്മുടെ അച്ഛനമ്മയൊക്കെ നല്ലതാണ്, അല്ലാന്നല്ല പറഞ്ഞത്. പക്ഷെ ഈശ്വരനും രാധാറാണിയും കൃഷ്ണനും അച്ഛനമ്മയി കഴിഞ്ഞാൽ അതുപോലൊരു ഇത് വേറില്ല അല്ലെ? സുഹൃത്ത് നമുക്ക് ധാരാളം ഉണ്ട്. പക്ഷെ കൃഷ്ണൻ സുഹൃത്തായി വരുമ്പോ അല്ലെ അതുപോലൊരു സുഹൃത്ത് വേറെ ഉണ്ടാവില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് അത് പ്രാർത്ഥിക്കാം. ഇനി ബ്രഹ്മാവ് വിവിധ ലോകങ്ങൾ സൃഷ്ടിക്കാൻ, അടുത്ത ബ്രഹ്മാവ് വിവിധ ലോകങ്ങൾ സൃഷ്ടിക്കലാണ് ബ്രഹ്മാവിന്റെ ജോലി അല്ലെ? അദ്ദേഹം കഠിന തപസ് ചെയ്തു. എന്ത് ജോലി കിട്ടണമെങ്കിലും നമുക്ക് ബ്രഹ്മാവിന് ഈ സൃഷ്ടി നടത്താനായിട്ട് വെറുതെ പറ്റിയിട്ടില്ല. അദ്ദേഹം കഠിനമായിട്ട് തപസ് ചെയ്താലേ കിട്ടുള്ളൂ. നമ്മൾ വെറുതെ ഇരുന്നുകൊണ്ട് നമുക്ക് ഭഗവാന് കിട്ടുമോ? എപ്പോഴെങ്കിലും ഒരു അല്ലെ സത്സംഗം കൂടി സ്ഥിരമായിട്ട് നിശ്ചയമായിട്ട് നടക്കുന്നവർക്ക് മാത്രമേ ഭഗവാന് കിട്ടുള്ളൂ. നിഷ്ഠയോടുകൂടി അല്ലെ, സ്ഥിര നിശ്ചയത്തോടുകൂടി അതിൽ എന്ത് തടസ്സം വന്നാൽ ഞാൻ എൻ്റെ ഭഗവാന്റെ അടുത്തേക്ക് വരും അല്ലെ? വയ്യെങ്കിലും നമ്മുടെ ജയപതാക സ്വാമി ഗുരുമഹാരാജിനെ നോക്കുക, വയ്യാത്തവര്. ഗുരുമഹാരാജിന്റെ 75% അവയവങ്ങളും ഡെഡാണ്, വർക്ക് ചെയ്യില്ല.
ഈ ഭാഗമൊന്നും വർക്ക് ചെയ്യില്ല. ഇവിടെ അദ്ദേഹം നിൽക്കണത് ഇങ്ങനെ കോടി നിൽക്കണതിനെ കമ്പി വെച്ച് വലിച്ചിട്ടാണ് നിർത്തിയിരിക്കുന്നത് ഈ ഭാഗത്തിന്. കരള് പോയി അല്ലേ, കിഡ്നി പോയി, എന്നും പനിയും പ്രശ്നങ്ങളാണ്. പക്ഷെ 2 മണിക്ക് കഴിഞ്ഞിട്ട് ജപിക്കും ആള്. എല്ലാ കിട്ടിയ ടൈമിൽ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കും. സംസാരിക്കാൻ വയ്യ വായ കൊണ്ട്, നമുക്ക് മൈക്കിലാണ്ട് തന്നെ ഒരു സുഖമില്ല അല്ലേ. ആൾക്ക് സംസാരിക്കാൻ വായ കൊണ്ട് വയ്യ, പക്ഷെ ഫേസ്ബുക്കിൽ എത്ര ക്ലാസ്സാണ് നോക്കുക. ഫേസ്ബുക്ക് ഓൺ ചെയ്താൽ അപ്പം ജപാ സമയമൊന്നും. ഞാൻ വിചാരിക്കും ആൾക്ക് എന്തൊരു സമയം, റെസ്റ്റ് എടുക്കണ്ടേന്ന് തോന്നുന്നു. നമുക്ക് റെസ്റ്റ് ഇല്ല. അപ്പൊ വയ്യാന്നൊക്കെ ഉള്ളത് പറയണത് ഭക്തിയില് അതിലൊന്നും ഒരു കാര്യമില്ല. വയ്യ, ആ പ്രശ്നം ഈ പ്രശ്നം അങ്ങനെയുള്ളവർക്കൊന്നും ഭഗവാനെ കിട്ടില്ല. ഭഗവാൻ എന്താ പറയണത്, എനിക്ക് കോടിക്കണക്കിന് ആൾക്കാർ എൻ്റെ പിന്നാലെ നിൽക്കണം, നിങ്ങളെന്ന് എനിക്ക് വേണ്ട. ലക്ഷ്മി സഹസ്രശത സംഭ്രമ സേവ്യമാനം. കോടിക്കണക്കിന് ലക്ഷ്മിമാരാണ് ഭഗവാനെ സേവിക്കാൻ മത്സരിക്കണത്. ഇവിടെ വേണമെങ്കിൽ വന്നാൽ മതി, വേണമെങ്കിൽ ചെയ്താൽ മതി വരുന്ന ആൾക്കാർ ഭഗവാന് വേണമെന്ന് നിങ്ങൾ തന്നെ ആലോചിച്ചാൽ മതി. ഭഗവാന് വേണ്ട. നമ്മൾ എന്താണെന്ന് വെച്ചാൽ മത്സര ബുദ്ധിയോടുകൂടി ഞാൻ ചെയ്യാന്ന് പറഞ്ഞിട്ട് ഉത്സാഹത്തോടെ ആര് പ്രയത്നിക്കണോ അവർക്കേ ഭഗവാന് കിട്ടുള്ളൂ. അല്ലാണ്ട് എനിക്ക് പപ്പടം കിട്ടിയില്ല, സുമി മാതാജി ഇന്ന് ചിരിച്ചില്ല, ഇന്നലെ എന്തോ മാതാജി ശ്രദ്ധിച്ചാൽ മറന്നുപോയി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മള് സത്സംഗത്തിൽ തീവ്രത കാണിച്ചില്ലെങ്കിൽ ആർക്ക് പോയി? അങ്ങനെ വിചാരിക്കുന്നവർക്ക് പോയി. സുമി മാതാജി അഥവാ മൈൻഡ് ചെയ്തില്ല, ഞാൻ മൈൻഡ് ചെയ്യിപ്പിക്കും, സേവ ചെയ്തിട്ടെന്നാ വിചാരിക്കേണ്ടത് അല്ലേ. അഥവാ ചിരിച്ചില്ല, ഞാൻ ചിരിപ്പിക്കുക തന്നെ അല്ലേ. അങ്ങനെ വിചാരിക്കണം. എനിക്ക് ഇന്ന് പപ്പടം കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല, എനിക്ക് ഭക്ഷണേ കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല, ഞാൻ സേവ ചെയ്യും, ഞാൻ ചെയ്തേ മതി, എനിക്ക് എൻ്റെ കൃഷ്ണനെ വേണം അല്ലേ. ഇതായിരിക്കണം ഭക്തന്റെ ഭാവം. അല്ലാണ്ട് നിസ്സാര കാര്യം പറഞ്ഞിട്ടൊന്നും നമ്മള് സത്സംഗം മുടങ്ങാനൊന്നും പാടില്ല. മുടങ്ങിയ സത്സംഗം ആർക്കാ നഷ്ടം മനസ്സിലായല്ലോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഭഗവാനെ കിട്ടണം. നമുക്ക് വളരെ പ്രഷ്യസ് ആണ് കൃഷ്ണ ഭഗവാൻ എന്ന് പറഞ്ഞാൽ. വെറുതെ അല്ലേ, വെറുതെ കിട്ടുന്ന ഒരു മുതലല്ല ഈ കൃഷ്ണ ഭഗവാൻ. നമ്മളെല്ലാം ടെസ്റ്റ് ചെയ്യും. എന്നെ വേണോ നിനക്ക്, നീ ഏതൊക്കെ മായയിൽ പെടും, കാമത്തിൽ പെടുമോ, ക്രോധത്തിൽ പെടുമോ അല്ലെ, ആ മത്സര ബുദ്ധിയിൽ പെടുമോ, എങ്ങനെയൊക്കെ വിചാരിച്ച് ടെസ്റ്റ് ചെയ്യും. ആ ടെസ്റ്റിലൊക്കെ നമ്മൾ പാസ്സാവണം. എന്ത് സംഭവിച്ചാലും എനിക്ക് കൃഷ്ണനെ വേണം. ആ ഒരു ഭ്രാന്തോടുകൂടി സേവനം ചെയ്താലേ ഭഗവാനെ കിട്ടുള്ളൂ അല്ലേ. അപ്പൊ എന്താ പറഞ്ഞു വന്ന, ഇനി ബ്രഹ്മാവ് തപസ് ചെയ്ത കാരണം നമ്മൾ പറഞ്ഞു. ബ്രഹ്മാവിന് ഭഗവാനെ വെറുതെ കാണാൻ പറ്റില്ല എന്ന്, കഠിന തപസ് ചെയ്തു അദ്ദേഹം. അതിന്റെ ഫലമായിട്ട് ഭഗവാൻ അദ്ദേഹത്തിൽ സംപ്രീതനായിട്ട് ഭഗവാൻ തന്നെ 4 കുമാരന്മാരായിട്ട് ബ്രഹ്മാവിന്റെ മുന്നിൽ അവതരിച്ചു. സനകൻ, സനാതനൻ, സനൽകുമാരൻ, സനന്ദനൻ, അങ്ങനെ 4 കുമാരന്മാരായിട്ട് ഭഗവാൻ തന്നെ അവതരിച്ചു ബ്രഹ്മാവിനെ സഹായിക്കാനായിട്ട് എന്നാ പറയണത്. ഇനി ഭഗവാൻ തന്റെ സ്വന്തം തപശ്ചര്യയും തപസ്യ മാർഗങ്ങളും പ്രദർശിപ്പിക്കാനായി ഇനി അടുത്ത ഭഗവാന്റെ അവതാരം നരനാരായണനായിട്ടാണ്. എങ്ങനെയാ വെച്ചാൽ അതിന്റെ ലക്ഷ്യം എന്താ, നരനാരായണ മൂർത്തികളുടെ ലക്ഷ്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഭഗവാന് തപസ്യ പ്രദർശിപ്പിക്കണം. ഭഗവാൻ തന്റെ സ്വന്തം തപശ്ചര്യവും തപസ്യ മാർഗങ്ങളും പ്രദർശിപ്പിക്കാനാണ് ഈ രൂപം കൈകൊണ്ട്. ഏത് രൂപമാണ്? നരനാരായണ ഋഷിയുടെ രൂപത്തില് ബദരികാശ്രമത്തിൽ ഇന്നും ഭഗവാൻ തപസ് ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിന്റെ തപസ് മുടക്കാനായിട്ട് ഈ ഇന്ദ്രദേവന് ഒരു സ്വഭാവമുണ്ട്. ഭൗതികവാദിയാണല്ലോ ഇന്ദ്രദേവൻ. പാവാണ്, ഭഗവാന്റെ ഭക്തനാണെങ്കിലും ഭയങ്കര ഭൗതിക ഐശ്വര്യത്തിനോട് താല്പര്യമുള്ള ആളാണ്. ആരെങ്കിലും തപസ് ചെയ്ത് അപ്പൊ പേടിയാ എന്റെ സിംഹാസനം അടക്കാനായിരിക്കുന്നു. അപ്പൊ ഭഗവാൻ തപസ് ചെയ്തപ്പോൾ അദ്ദേഹം വിചാരിച്ചു എന്റെ സിംഹാസനത്തിന് പ്രശ്നം വരികയാണ് പറഞ്ഞിട്ട് രംഭ, തിലോത്തമ തുടങ്ങിയ സ്വർഗ കന്യകമാരെയൊക്കെ തപസ് മുടക്കാനായിട്ട് നരനാരായണ ഋഷിമാരെടുത്ത് വന്നു. നരനാരായണ ഋഷിമാരുടെ മുമ്പിൽ ഈ സുന്ദരികൾ കുറെ ഡാൻസ് ഒക്കെ ചെയ്തു. വല്ല കാര്യമുണ്ട്? ആരാ ഇരിക്കണത് അല്ലെ? ഈ സുന്ദരികളെ മുഴുവൻ സൃഷ്ടിച്ച ആളാണ് ഇരിക്കുന്നത്. സൃഷ്ടികർത്ത അല്ലെ. എല്ലാ സുന്ദരികളും അദ്ദേഹത്തിന്റെ ശരീരത്തിൽ നിന്നാണ് ഉദ്ഭവിക്കുന്നത്. ഈവൻ ഏറ്റവും അതിസുന്ദരിയായിട്ടുള്ള രാധാറാണിയും ഗോപിയന്മാരും അദ്ദേഹത്തിന്റെ ശരീരത്തിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. അദ്ദേഹത്തിന് ഏതെങ്കിലും സുന്ദരിമാർക്ക് മോഹിപ്പിക്കാൻ പറ്റുമോ? ഇല്ല. എന്നിട്ടാണ് നിസ്സാരമായിട്ടുള്ള ദേവസുന്ദരിമാർ വന്നിട്ട് ഭഗവാന്റെ മുന്നിൽ ഡാൻസ് ചെയ്യാൻ തുടങ്ങി. എന്ത് ചെയ്തിട്ടും ഭഗവാൻ കണ്ണുപോലും തുറക്കണില്ല. അവസാനം ഈ ദേവസുന്ദരിമാർ വിചാരിച്ചു പ്രാർത്ഥിക്കുക. ഒരു പൂ വെച്ചിട്ട് അദ്ദേഹത്തിന്റെ പാദത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. അപ്പൊ ഭഗവാൻ കണ്ണു തുറന്നിട്ട് പറഞ്ഞു, എന്താ നിങ്ങൾക്ക് വേണ്ട ചോദിക്കും. ഞങ്ങൾക്ക് ദേവേന്ദ്രൻ ഞാൻ അയച്ചതാന്നൊക്കെ പറയുമ്പോൾ ഭഗവാൻ പറയും, നിങ്ങൾക്കൊരു സമ്മാനം ഞാൻ തരാൻ വേണ്ട. അദ്ദേഹത്തിന്റെ തൊടയിൽ ഒരു അടി അടിച്ചു ഭഗവാൻ. അപ്പൊ അവിടുന്ന് ഉർവശി എന്ന് പറഞ്ഞിട്ടുള്ള സുന്ദരിയായിട്ടുള്ള ഇവരെയൊക്കെ ഭംഗിയുള്ള നൃത്തത്തിലും എല്ലാ കലയിലും വളരെ കഴിവുള്ള ഒരു ദേവി പുറത്തു വന്നു ഭഗവാന്റെ തൊടയിൽ നിന്ന്. തൊട എന്ന് പറയുമ്പോൾ സംസ്കൃതത്തിൽ ഉരു എന്ന് പറയണോണ്ട് ഉരുവിൽ നിന്ന് വന്നുകൊണ്ട് ഉർവശി എന്ന് പേരിട്ടാണ്. നിങ്ങൾ ഇത് ദേവേന്ദ്രന്റെ സമ്മാനമായിട്ട് ഇവിടെയും കൂടെ കൊടുത്തോന്ന് പറയും. അങ്ങനെ ഭഗവാനെ അല്ലെ അതിനു വേണ്ടി ഭഗവാൻ തപസ്സിനെ കാണിക്കാനായിട്ട് ആ മാർഗങ്ങൾ കാണിക്കാനായിട്ടാണ് നരനാരായണ ഋഷിയായിട്ട് അവതരിച്ചു. ഇതൊക്കെ ബ്രഹ്മാവ് നാരദനോട് പറയണം ഭഗവാന്റെ വിവിധ അവതാരങ്ങൾ എന്തിനാണ് എടുത്തതെന്നൊക്കെ. ഇനി ഇവിടുത്തെ ശിവനും പിന്നെ അതുപോലെ നമ്മുടെ ബ്രഹ്മാവിന് പോലും ഈ കാമത്തെ അടക്കാൻ പറ്റിയിട്ടില്ല. അതായത് അല്ലെ ക്രോധത്തെ ശിവൻ അഥവാ കാമത്തെ അടക്കുന്നുണ്ട്, കാമദേവനെ ദഹിപ്പിക്കുന്നുണ്ട്, പക്ഷെ ക്രോധം പുറത്തേക്ക് വരും. അപ്പൊ ആ ക്രോധത്തിന്റെ ഫലമായിട്ടുള്ള നെഗറ്റീവ് റിസൾട്ട് ശിവൻ അനുഭവിക്കേണ്ടി വരും.
അതുപോലെ ബ്രഹ്മാവനും അതുപോലെ കൺട്രോൾ ചെയ്യാനായിട്ട് മുഴുവൻ പറ്റില്ല. പക്ഷേ ഭഗവാൻ ഈ കാമത്തിനോ ക്രോധത്തിനോ ഒന്നും അടിമയല്ല എന്ന് പറയുന്നത് ആരാണ്? വിഷ്ണു ഭഗവാൻ അല്ലെ. അതുകൊണ്ട് കാമത്തിന് ഒരിക്കലും ഭഗവാന്റെ മനസ്സിൽ പ്രവേശിക്കാൻ പോലും സാധ്യമല്ല. അതാണ് തന്നെ ശിവനും ബ്രഹ്മാവിനും പോലും സാധിക്കില്ല എന്ന് പറയുന്നത് കാമക്രോധത്തിനെ അടക്കാനായിട്ട്. വളരെ ചെറിയ കാര്യത്തിലാണ്, നിസ്സാര കാര്യത്തിലേക്കാണ് അവർ വീണത്. ഇനി അടുത്തത് പറയുന്നത് മഹാരാജാവ് ഉത്താനപാദന്റെ പുത്രനായ രാജകുമാരൻ ധ്രുവനെ തന്റെ രണ്ടാനമ്മയായിട്ടുള്ള സുരുചി അപമാനിക്കുകയാണ്. ഈ കഥ നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടാവും. ഉത്താനപാദൻ പറഞ്ഞൊരു മഹാരാജാവുണ്ട്. മനുവംശത്തിലെ ഒരു പരമ്പരയാണ് ഉത്താനപാദനും പിന്നെ ആരാണ്? പ്രിയവ്രത മഹാരാജാവും. ഈ രണ്ട് മഹാരാജാവുമാരാണ് മനുവംശത്തിന്റെ ഈ പരമ്പര കൊണ്ടുവന്നിട്ടുള്ളത്. അതിൽ ഉത്താനപാദ മഹാരാജാവിന് ആദ്യത്തെ പത്നിയാണ് സുനീതി എന്ന് പറഞ്ഞിട്ട്. രണ്ടാമതൊരു പത്നിയും കൂടി ഉണ്ട്, സുരുചി. ഈ സുരുചി വളരെ സുന്ദരിയാണ്. മാത്രമല്ല ആ സുരുചിയുടെ സ്വഭാവം ദൂഷ്യം കൊണ്ട് രാജാവിന്റെ കൈയടക്കിയിരുന്നു. സുരുചി തന്റെ മാത്രമാക്കി കൈയടക്കിയിരുന്നു. അപ്പോൾ സുരുചിക്കും ഒരു പുത്രനുണ്ട്, സുനീതിക്കും ഒരു പുത്രനുണ്ട്. സുനീതിയുടെ പുത്രനാണ് ധ്രുവ മഹാരാജാവ്, സുരുചിക്കുള്ളതാണ് ഉത്തമൻ. അപ്പോൾ 5 വയസ്സുള്ളപ്പോൾ തന്നെ ഈ ധ്രുവ മഹാരാജാവ് അച്ഛന്റെ മടിയിലിരിക്കാനായി വന്നപ്പോൾ സുരുചി സമ്മതിക്കില്ല. സുരുചി എന്താ പറയണത്? നീ എന്റെ ഗർഭത്തിൽ വന്ന് പിറന്നാൽ മാത്രമേ നിനക്ക് അച്ഛന്റെ മടിയിലിരിക്കാൻ അനുവാദമുള്ളൂ. രണ്ടാനമ്മയുടെ ആ ഒരു സ്വഭാവം അവിടെ സുരുചി കാണിക്കുകയാണ്. ഭയങ്കര വിഷമായി, ധ്രുവ മഹാരാജാവിന് വിഷമായിട്ട് അമ്മയുടെ അടുത്ത് പോയിട്ട് പറയണം, അമ്മേ എന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത് ചോദിച്ചപ്പോൾ അമ്മ കരഞ്ഞുകൊണ്ട് പറയും, എനിക്കും അറിയില്ല, ഈശ്വരന് മാത്രമേ ഇതൊക്കെ അറിയുള്ളൂ, ഈശ്വരനോട് പ്രാർത്ഥിക്കും മോനെ എന്ന് പറയും. അപ്പോൾ എവിടെയാണ് ഈശ്വരൻ അമ്മയെ ചോദിക്കും. ഞാൻ കേട്ടിട്ടുള്ളത് കൊടും കാട്ടിലൊക്കെ തപസ് ചെയ്യുന്ന ഋഷികളുടെ മുന്നിൽ അദ്ദേഹം പ്രത്യക്ഷപ്പെടാറുണ്ട് എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളതെന്ന് ഈ സുനീതി പറയാണ്. ഉടൻ ധ്രുവൻ മഹാരാജ ദൃഢനിശ്ചയം എടുത്തിട്ട് കാട്ടിലേക്ക് പോവാണ്. നമ്മൾ ദൃഢനിശ്ചയം എടുക്കുകയാണ് ഭഗവാനെ കാണാന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പൊ എന്ത് സംഭവിക്കും? നമ്മളെ സഹായിക്കാൻ ഗുരു വരും. ഗുരു, അതാണ് നാരദ മഹർഷി വരുന്നത്. പ്രചേതസ്സുകള് ഗുരുവായൂര് രുദ്രതീർത്ഥത്തിൽ പ്രചേതസ്സുകൾ തപസ് ചെയ്തപ്പോ അവിടെ ആര് പ്രത്യക്ഷനായി? ഗുരുവായിട്ട് ശിവൻ പ്രത്യക്ഷനായിട്ട് മന്ത്രദീക്ഷ കൊടുത്തിട്ട് പ്രചേതസ്സുകൾക്ക് നാരായണ മന്ത്രം ചൊല്ലിക്കൊടുക്കണാണ്. കുറെ ശ്ലോകങ്ങളുള്ളത് ഭാഗവത്തില്, രുദ്രഗീതം എന്ന് പറഞ്ഞിട്ട് 51 ശ്ലോകങ്ങളാ മറ്റുണ്ട്. അപ്പൊ രുദ്രദേവനാണ് അവിടെ ഗുരുവായി വന്നത്. നമ്മൾ നിർബന്ധ ബുദ്ധിയോടെ ഭഗവാനെ കിട്ടണമെന്ന് നമ്മള് മനസ്സാ വിചാരിച്ച് തുനിഞ്ഞിറങ്ങിക്കഴിഞ്ഞാൽ അവിടെ ഭഗവാൻ ഗുരുവിനെ വിടും നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ. ഇവിടെ അതുപോലെ തന്നെ നാരദ മഹർഷി നമ്മുടെ ധ്രുവ മഹാരാജാവ് കാട്ടിലേക്ക് ഇങ്ങനെ പോവാണ് ദൃഢനിശ്ചയത്തോടുകൂടി. സങ്കടം സഹിക്കുക വേണ്ട, കൃഷ്ണനോട് ചോദിച്ചിട്ടേ മതിയാവുള്ളൂ, എനിക്ക് എന്താ ഇങ്ങനെ അച്ഛന്റെ മടിയിലിരിക്കാൻ പറ്റാത്തത്, ഇതാണ് പ്രശ്നം അല്ലെ. അങ്ങനെ പോണ സമയത്ത് നാരദ മഹർഷി വന്നിട്ട് പ്രത്യക്ഷനാവുകയാണ്. നാരദ മഹർഷി പറഞ്ഞു, അല്ലയോ രാജകുമാരൻ, നീ എങ്ങോട്ടാ പോണ്? ഭഗവാനെ കാണാൻ കാട്ടിലേക്ക് പോണ പറയും. നീ പോണ്ട, അവിടെ ക്രൂര മൃഗങ്ങൾ ഉണ്ടാവും അല്ലെ, അവിടെ ഭയങ്കര കൊടും അല്ലെ, പാമ്പ് പോലുള്ള സംഭവങ്ങൾ ഉണ്ടാവും, ഭയങ്കര കൊടും ഭീകരതയൊക്കെയുള്ള സ്ഥലമാണ് ഈ കാട്, അങ്ങോട്ട് പോലെ പറയും. നാരദ മഹർഷി, അങ്ങേക്ക് ഭഗവാനെ കാണാൻ എന്നെ സഹായിക്കാൻ പറ്റുമോ? ഇല്ലെങ്കിൽ എന്റെ വഴി മാറാൻ പറയും. നാരദ മഹർഷി ടെസ്റ്റിൽ പാസ്സാവാണ് ധ്രുവ മഹാരാജാവ്. അപ്പൊ നാരദ മഹർഷി പറയും, ഞാൻ പറഞ്ഞു തരാം, ഭഗവാന്റെ രൂപം പറഞ്ഞു കൊടുക്കും. ഭഗവാന്റെ ആ ചതുർഭുജ രൂപമാണ് ഈ ധ്രുവ മഹാരാജാവിനെ പറഞ്ഞു കൊടുക്കുക. മാത്രമല്ല മന്ത്രദീക്ഷ കൊടുക്കും. 18 അക്ഷരമുള്ള മന്ത്രം പറഞ്ഞു കൊടുക്കും. ഓം നമോ ഭഗവതേ വാസുദേവായ. നമ്മുടെ വലത് ചെവിയിലാണ് ഗുരു മന്ത്രം ദീക്ഷ തരുമ്പോൾ വലത് ചെവി ഇങ്ങനെ പിടിക്കാൻ പറയും. എന്നിട്ട് ഗുരു ഉറക്കെ ജപിക്കും അല്ലെ. ഞങ്ങൾക്ക് ഇങ്ങനെയാണ് വലത് ചെവി എല്ലാവരും ഇങ്ങനെ ആക്കാൻ പറയും. എന്നിട്ട് ഹരേ കൃഷ്ണ എന്ന് ഗുരുവിന്റെ വായു കൊണ്ട് ജപിക്കുമ്പോൾ നമ്മളത് വലത് ചെവി കൂടെ കേൾക്കണം. ഗായത്രിക്ക് തരുമ്പോഴും അങ്ങനെയാണ്, വലത് ചെവി കൂടെ നമ്മൾ കേൾക്കണം. മുഖത്ത് നോക്കാൻ പാടില്ല ഗായത്രി തരുമ്പോൾ. സ്ത്രീകളൊന്നും ചെവി മാത്രമേ കാണിക്കാൻ പാടുള്ളൂ. അങ്ങനെയാണ് ഗുരു മന്ത്രദീക്ഷ തരിക. അങ്ങനെ ഗുരു ഇദ്ദേഹത്തിന് മന്ത്രദീക്ഷ കൊടുത്തു, മന്ത്രം കൊടുത്തു. അങ്ങനെ ധ്രുവ മഹാരാജാവ് കഠിന തപസ്സിരിക്കാൻ തുടങ്ങി. 5 വയസ്സ് ബാലൻ അല്ലെ. നമ്മളെക്കുറിച്ച് അവരെ കുറിച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ഒന്നും ചെയ്യില്ല എന്ന് മനസ്സിലാവും അല്ലെ. നമുക്ക് ജപിക്കാൻ തന്നെ വയ്യ, സത്സംഗത്തിന് വരാൻ തന്നെ വയ്യ, അതിനൊക്കെ തടസ്സങ്ങൾ. നമുക്ക് എന്തുകൊണ്ടാണ്? നമുക്ക് ദൃഢനിശ്ചയമില്ല. വ്യവസായാത്മിക ബുദ്ധി ഏകേഹ കുരുനന്ദന എന്ന് പറയാ. ദൃഢമായ ബുദ്ധി, ഒറ്റ ലക്ഷ്യമാണ് മുന്നിൽ കാണുള്ളൂ. അർജുനൻ കണ്ടില്ലേ, അമ്പയും എന്താ കണ്ടത്? കഴുത്ത് മാത്രം. നമ്മളത് കൃഷ്ണനെ മാത്രമേ അവിടെ കാണുള്ളൂ. കൃഷ്ണന് വേണ്ടി എന്താ ചെയ്യണം? അവിടെ നമ്മുടെ ദേഹത്തിന്റെ എല്ലാം നമ്മൾ മാറ്റി വെച്ചിട്ട് ഓടി വരണം. നടക്കുമ്പോഴൊക്കെ നമ്മുടെ കാല് കടന്ന് ഓടണം. ഭഗവാൻ ആ വേഗത കാണണം. ഭഗവാന്റെ അടുത്തേക്ക് വരാൻ വേണ്ടിയുള്ള ഓട്ടം കാണണം നമ്മുടെ അല്ലെ. ആ സംഭവം നമുക്ക് വേണം. അതാണ് ധ്രുവനൊക്കെ കാണണം നമുക്ക്. ഇതൊക്കെ നമ്മൾ എന്തിനാ പഠിക്കണേ? നമുക്ക് ആ ദൃഢത ഉണ്ടാക്കിയെടുക്കാനാണ് ഈ ഭാഗവതം പഠിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഇതല്ലാണ്ട് വേറൊരു രക്ഷയില്ല. നമ്മൾ കുറച്ചെങ്കിലും നന്മയുള്ളവരാണ്, ഉറപ്പാണ്, എനിക്കറിയാം. ഈ നന്മയുള്ളവർക്ക് ജീവിക്കാൻ ഭഗവാൻ ഇല്ലാണ്ട് പറ്റില്ല. അല്ലെങ്കിൽ ദുഷ്ടത്തരം ചെയ്യാൻ തയ്യാറാവണം.
ഈ ലോകത്ത് കലിയുഗത്തിൽ ജീവിക്കണേ ഒന്നല്ലെങ്കിൽ ദുഷ്ടത്തരം ചെയ്യാൻ നമ്മൾ തയ്യാറാണ്, എന്ത് വൃത്തികേടും ചെയ്യാൻ തയ്യാറാണ്. അപ്പോൾ നമുക്ക് ജീവിക്കാം. അല്ലെങ്കിൽ എന്ത് ചെയ്യണം? പൂർണ്ണ ശരണാഗതിയിൽ ഭഗവാന്റെ നല്ല ഭക്തരായേ പറ്റൂ. ഇല്ലെങ്കിൽ നമ്മൾ ചൂഷണം ചെയ്യപ്പെട്ട് നശിച്ചു പോകും ഇതിൻ്റെ ഇടയിൽ. കാരണം ഇടനിലക്കാരായി നമുക്ക് ജീവിക്കാൻ പറ്റില്ല. നമ്മൾ ഇടനിലക്കാരായി എന്താ സംഭവിക്കുക? ചെട്ടിന്ന് വിട്ടൂല പട്ടറായൂല എന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ? നമ്മള് ചെട്ടി എന്ന് പറഞ്ഞുള്ള ഒരു ജാതിയാണ്, അതൊന്നും വിട്ടില്ല എന്ന് പട്ടറായൂല എന്ന് പറയും. രണ്ടിൻ്റെ ഇടയിൽ തൃശങ്കുവിൻ്റെ ഇടയിൽ വന്നു കഴിഞ്ഞാൽ നമ്മളൊക്കെ ആ ഗ്രൂപ്പിലുള്ളതാണ്, ഈ നടുവിലുള്ള ആളുകളാണ്. നമുക്ക് പൂർണ്ണ ഭക്തിയും ഇല്ല, എന്നാൽ നമുക്ക് നികൃഷ്ടമായ കർമ്മങ്ങൾ ചെയ്യാൻ നമ്മളെ കൊണ്ട് പറ്റൂല, ചീത്ത കാര്യങ്ങൾ നമ്മളെ കൊണ്ട് പറ്റില്ല, അല്ലെ? നുണ പറയാനും ചതിക്കാനും ഒന്നും പറ്റില്ല. പക്ഷെ എന്നാൽ പൂർണ്ണ ശരണാഗതി ഉണ്ടോ? അതുമില്ല. ജയഭാസ്വാമിനെയൊക്കെ പോലെ എന്ത് വന്നാലും എൻ്റെ കൃഷ്ണനാണ്, എന്ത് സംഭവിച്ചോട്ടെ, ആ ലെവലിൽ എത്തിയിട്ടുമില്ല. അപ്പം നമുക്ക് സർവത്ര ക്ലേശങ്ങളാണ് ഉണ്ടാവുക, അല്ലേ? നമുക്ക് സഹിക്കാൻ പറ്റാത്തതാണ് നമ്മൾ അനുഭവിക്കേണ്ടി വരിക. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഒന്നല്ലെങ്കിൽ ദുഷ്ടനാവുക, അല്ലെങ്കിൽ എന്ത് ചെയ്യണം? പൂർണ്ണ ശരണാഗതി ആവുക. അതിന് ഇത്തിരി കഷ്ടമുണ്ട്, അല്ലേ? പൂർണ്ണ ശരണാഗതി ആവാൻ എന്ത് ചെയ്യണം? അല്ലേ? നമ്മൾ ദൃഢനിശ്ചയത്തോടെ ധ്രുവ മഹാരാജനെ പോലെ ഞാൻ ഭഗവാനെ കീഴ്പ്പെടുത്തി, അതായത് ഭഗവാന്റെ കീഴിൽ വന്ന ഇടങ്ങളോ ഭഗവാനെ പ്രത്യക്ഷപ്പെടുത്തിയ ഇടങ്ങളോ എന്നുള്ളൊരു വാശി ഉള്ളിൽ നിന്ന് വന്ന് എന്തൊക്കെ ചെയ്യാൻ പറ്റുക ഭഗവാന് വേണ്ടി അതൊക്കെ ചെയ്യുക നമ്മൾ. അല്ലെങ്കിൽ നമുക്ക് എപ്പോഴും നിരാശയായിരിക്കും. എന്തുകൊണ്ട് നിരാശ പറഞ്ഞെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ഭഗവാന്റെ പൂർണ്ണ ശരണാഗതിയോ പൂർണ്ണ ലെവലിലോ എത്തിയിട്ടില്ല. എന്നാൽ ഇവിടെ കാണുന്ന കാഴ്ചകളൊക്കെ നമ്മളെ സങ്കടപ്പെടുത്തുന്നുണ്ട്. നിരന്തരം ദുഃഖമുള്ള കാഴ്ചകൾ, പ്രശ്നങ്ങൾ, പീഡനങ്ങൾ, അല്ലേ? എന്താ ചതി വഞ്ചന മാത്രമേ കാണുള്ളൂ. അതിലേക്ക് തരംതാഴെ നമ്മളെ കൊണ്ട് പറ്റണില്ല. നമ്മളിങ്ങനെ ജീവിച്ചു പോകുന്ന ഇടയിൽ ഇതൊക്കെ കണ്ടുകൊണ്ട് ഇപ്പൊ നിരാശയും വിഷമവും മാത്രമേ എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാവുള്ളൂ. ഈ നിരാശ പോണെങ്കിൽ എന്ത് ചെയ്യണം? ഒന്നും അറിയാത്ത മണ്ടനായി ജീവിക്കണം. അല്ലെങ്കിലോ, അല്ലേ, ഭയങ്കര ഭക്തരാവണം. ഭയങ്കര ഭക്തരായ പിന്നെ എല്ലാം ചിത്രശലഭം പോലെയാവും, അല്ലേ? ഇവിടെ എന്തോ നടന്നോട്ടെ, അല്ലേ? എവിടെ കൃഷ്ണമയ എന്നുള്ള രീതിയിൽ എന്ത് കണ്ടാലും കൃഷ്ണനെ കാണാൻ പറ്റും അവർക്ക്, അല്ലേ? ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന് പറഞ്ഞിട്ട് ആ പ്രഹ്ലാദ മഹാരാജ് നടക്കണില്ലേ, ചുറ്റും എവിടെ നോക്കിയാലും കൃഷ്ണനെ മാത്രം കണ്ട് ഈ തുമ്പികൾ നടക്കണ പോലെ. അങ്ങനെ നടക്കാൻ പറ്റിയ ഓക്കെ, നമ്മൾ ഹാപ്പിയായി. അല്ലെങ്കിലോ മണ്ടനായിരിക്കണം, അല്ലേ? ഒന്നും മനസ്സിലാക്കാണ്ടിരിക്കണം. ഇല്ലെങ്കിൽ നമ്മൾ എപ്പോഴും എന്തായിരിക്കും? വിഷമത്തിലായിരിക്കും കാണുമ്പോൾ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? പ്രഹ്ലാദ മഹാരാജാവിനെ പോലെ ദൃഢനിശ്ചയം വേണം. അദ്ദേഹം 1-ാമത്തെ മാസത്തിൽ ഫ്രൂട്ട്സ് മാത്രം കഴിച്ചു, ഭഗവാൻ പ്രത്യക്ഷനാവണില്ല. 2-ാമത്തെ മാസത്തിൽ ഫ്രൂട്ട്സ് ഉപേക്ഷിച്ചിട്ട് ജലം മാത്രം കഴിച്ചു, അപ്പോഴും പ്രത്യക്ഷനാവണില്ല. അപ്പൊ 3-ാമത്തെ മാസമായപ്പോൾ ജലവും ഉപേക്ഷിച്ചിട്ട് എന്ത് ചെയ്തു? വായു മാത്രം ഭക്ഷിച്ചു, അപ്പോഴും ഭഗവാൻ പ്രത്യക്ഷനാവാണ്ടായപ്പോൾ വായു ശ്വസിക്കാണ്ടായി, ശ്വാസം പിടിച്ചു നിർത്തി. 5-ാമത്തെ മാസം ആകുമ്പോഴേക്കും ലോകം മുഴുവൻ പൊള്ളാൻ തുടങ്ങി ഈ ഉഗ്ര തപസ്സിൽ, അല്ലേ? ശ്വാസം, അല്ലേ? ആർക്കും ശ്വാസം കിട്ടാണ്ടേ. ധ്രുവ മഹാരാജാവ് ശ്വാസം പിടിച്ചടക്കിയപ്പോൾ ലോകത്തിലെ ജനങ്ങൾക്കൊന്നും ശ്വാസം കിട്ടണില്ല. അപ്പൊ പിന്നെ ഭഗവാന് പ്രത്യക്ഷനാവാതിരിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ദേവന്മാർ മുഴുവൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ദേവദേവ, അല്ലെ വിഷ്ണു, വേഗം പ്രത്യക്ഷനാവൂ, അല്ലെങ്കിൽ ഞങ്ങളൊക്കെ മരിച്ചു പോകും പെടഞ്ഞിട്ട് ശ്വാസം കിട്ടാതെ എന്ന് പറഞ്ഞപ്പോൾ ഭഗവാൻ വന്ന് പ്രത്യക്ഷനായി, അല്ലെ? ശംഖചക്ര ഗദാ പത്മ രൂപത്തിലൂടെ അതിസുന്ദരനായിട്ടുള്ള മനോഹരനായിട്ടുള്ള ഭഗവാൻ ഇദ്ദേഹത്തിന്റെ മുന്നില് പ്രത്യക്ഷനായി. അപ്പൊ ഈ ധ്രുവന് ഭഗവാനെ ഹൃദയത്തിൽ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന ധ്രുവനെ പെട്ടെന്ന് ഹൃദയത്തിൽ ഭഗവാനെ കാണാൻ പറ്റുന്നില്ല. എവിടെ പോയി ഭഗവാൻ നോക്കി കണ്ണു തുറന്നപ്പോഴാണ് മുന്നിൽ ആ രൂപം, സാക്ഷാൽ വിഷ്ണു രൂപം നിൽക്കുന്നുണ്ട്. എന്ത് ചെയ്യണമെന്ന് അറിയണില്ല. എന്താ, അല്ലേ? നമ്മളവിടെ മുന്നിലും പെട്ടെന്ന് ഭഗവാൻ വന്ന് നമുക്ക് ഒന്നും പറയാൻ കിട്ടില്ല. അതേപോലെ ഇദ്ദേഹത്തിനും ഒന്നും പറയാൻ കിട്ടില്ല. അപ്പൊ ഭഗവാനും മനസ്സിലായി എന്താണ് ഇങ്ങനെയല്ലേ അതിശയത്തോടെ നിൽക്കാണ്, അന്താളിപ്പോടെ നിൽക്കാണ് ധ്രുവൻ, എന്ത് പറയാൻ അറിയാത്ത. അപ്പോൾ ഭഗവാൻ എന്ത് ചെയ്ത? ശംഖു കൊണ്ട് വലത് കവിളൊന്ന് തലോടും. അതോടുകൂടി അദ്ദേഹത്തിന് ഇങ്ങനെ ശ്ലോകങ്ങളൊക്കെ വരാൻ തുടങ്ങി എന്ന് പറയണത്. ഭഗവാനെ വർണ്ണിക്കാൻ തുടങ്ങി. അങ്ങനെ ഭഗവാൻ എന്ത് വെച്ചാൽ മടിയിൽ അങ്ങോട്ട് പിടിച്ചിരുത്തും. വിഷമൊക്കെ മാറിയോ, അല്ലേ? നിന്റെ വിഷമം എന്തായിരുന്നു? അച്ഛൻ മടിയിലിരുത്താണ്ടായിരുന്നു. ഞാനാണ് അച്ഛൻ എല്ലാവരും, അല്ലേ? ഞാൻ മടിയിലിരുത്തിയ പിന്നെ ആര് വേണം? എന്താ ഭഗവാൻ ഉണ്ടെങ്കിൽ നമുക്ക് ആരും വേണ്ട. ഈ ലോകത്തില് പലരും നമ്മൾ ഇൻസൾട്ട് ഉണ്ടാവും, അല്ലേ? പല പ്രശ്നങ്ങളുണ്ടാവും, പല ആഗ്രഹങ്ങളും നമുക്ക് കിട്ടുന്നുണ്ടാവില്ല. പലരിൽ നിന്നും നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടാവും ഭർത്താവ് നന്നായിരിക്കണം, പക്ഷെ ഭർത്താവ് നിന്ന് കിട്ടുന്നുണ്ടാവില്ല. അമ്മ നന്നായിരിക്കണം, അല്ലേ? ഫ്രണ്ട് നന്നായിരിക്കും, ഇതൊക്കെ ആഗ്രഹിക്കുന്നുണ്ടാവും. പക്ഷെ ഭഗവാനിൽ നിന്ന് ഇതൊക്കെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എന്ത് വേണം എന്നുള്ളതാണ്. എല്ലാത്തിൻ്റെയും പരമപിതാവായിട്ടുള്ള വിഷ്ണു അദ്ദേഹത്തിന് മടിയിൽ പിടിച്ചിരുത്തി. ഇപ്പോഴാണ് അബദ്ധം പറ്റിയത് നമ്മുടെ എന്ത് ചോദിക്കുക, അല്ലേ? കാരണം ഒന്നും വേണ്ട,
അത്ര അതിമനോഹരമായ ഒരു മടിത്തട്ടിലാണ് ആരിയ്ക്കണത്, ധ്രുവൻ ഇരിക്കണത് അല്ലെ. ഭഗവാനെ ഏറ്റവും മുകളിലുള്ള ഇപ്പൊ ധ്രുവ മഹാരാജ വിചാരിച്ച് ബ്രഹ്മദേവനേക്കാളും മുകളിലുള്ള ലോകം ഞാൻ നേടിയെടുക്കുമ്പോട്ടാ വന്നത്. ഇപ്പൊ വൈകുണ്ഠത്തിലെ പാർട്ടിയാണ് വന്നിരിക്കുന്നത് അല്ലെ. ബ്രഹ്മന്റെ മുകളിലുള്ള ആളാണ് വന്നിട്ട് പ്രത്യക്ഷനായിരിക്കുന്നത്. അപ്പൊ ധ്രുവ മഹാരാജ് വിചാരിക്കാൻ കുപ്പിച്ചില്ലുകളാണല്ലോ ആഗ്രഹിച്ചത്, എന്തപ്പോ ചോദിക്കുക, എന്ത് വരാണ് വേണ്ടതെന്ന് ചോദിക്കും ധ്രുവനോട്. അപ്പൊ ഞാൻ എന്ത് വരാ ചോദിക്കുക അല്ലെ, നാണക്കേടായി അല്ലെ. ഏറ്റവും വലിയ വരം കിട്ടിക്കഴിഞ്ഞു ആൾക്ക് അല്ലെ. അത്രയും സംതൃപ്തിയാണ്. ഭഗവാനെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഹൃദയം പൂർണ്ണ തൃപ്തമാവും. പിന്നെ നമുക്ക് ഒന്നും വേണമെന്ന് തോന്നില്ല. അപ്പൊ പിന്നെ എങ്ങനെ ചോദിക്കുക, എനിക്ക് ഒന്നും വേണ്ട ഭഗവാനെ എന്ന് പറയുമ്പോ, അല്ല നിനക്ക് എല്ലാം തരും എന്ന് പറഞ്ഞിട്ട് ഭഗവാൻ എല്ലാ ഐശ്വര്യങ്ങളും ഇവന് പ്രദാനം ചെയ്യും. 36,000 വർഷം ഈ ഭൗതിക ലോകം ഇവൻ ഭരിക്കും ധ്രുവൻ. മനസ്സിലായി? ഭക്തർക്കൊന്നും കിട്ടില്ല എന്ന് വിചാരിക്കുക. പക്ഷെ ഇതുപോലത്തെ തപസ് അനുഷ്ഠിക്കണം നമ്മള്. കംപ്ലീറ്റ് ഭഗവാൻ തരും, വൈകുണ്ഠം തന്നെ തരും ഭക്തന് വേണ്ടിയിട്ട്. പക്ഷെ നമ്മൾ ഏത് ഭക്തനാ അത് തന്നിരിക്കുന്നത് നോക്ക്. കുചേലന്റെ വൈകുണ്ഠത്തിലെ ഐശ്വര്യമാണ് ഭഗവാൻ കൊടുത്തത്. ലക്ഷ്മി ദേവിക്ക് പേടിയായിട്ട് 3ാമത്തെ തവണ അവില് കഴിക്കാൻ പോകുമ്പോഴേക്ക് ലക്ഷ്മി ദേവി പിടിച്ചു വാങ്ങിക്കും അത്. കാരണം ഭഗവാൻ പ്രസന്നനായ പോയി എന്ന് ലക്ഷ്മിക്ക് അറിയാം. പെട്ടെന്ന് പ്രസന്നനാവൂല വിഷ്ണു. പ്രസന്നനായി കഴിഞ്ഞാൽ തന്നെ എന്തൊക്കെയാ കൊടുക്കണമെന്ന് ആൾക്ക് അറിയില്ല. അത്രയും തന്റെ പരിശുദ്ധ ഭക്തനെല്ലാം കൊടുക്കും. അങ്ങനെ ധ്രുവനും അതുപോലെ ധ്രുവലോകം, ഈ ഭൗതിക ലോകത്തന്നെ ഒരു വൈകുണ്ഠ ലോകം ഭഗവാൻ ഉണ്ടാക്കി. ഭൗതിക ലോകത്ത് വൈകുണ്ഠം ഇല്ല. വൈകുണ്ഠം എന്ന് പറഞ്ഞാൽ എവിടെയുള്ളത്? ആധ്യാത്മിക ലോകത്താണ്. ഈ ഭൗതിക ലോകത്തിന്റെ മുകളിലുള്ള സാധനമാണ് ഈ വൈകുണ്ഠ ലോകം. പക്ഷെ ഭഗവാൻ എന്ത് ചെയ്തു? ഭഗവാൻ ഇഷ്ടമുള്ളത് ചെയ്യാനുള്ള കഴിവുണ്ട് അല്ലെ. ഏതും ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ഭഗവാന്. ഭഗവാൻ ഭൗതിക ലോകത്ത് ധ്രുവന് വേണ്ടി വേറൊരു വൈകുണ്ഠം ഉണ്ടാക്കിയിട്ട് ധ്രുവലോകം അല്ലെ, ആ ലോകം ഈ ഭൗതിക ലോകം മുഴുവൻ പ്രളയം വന്ന് നശിച്ചാലും ഈ ധ്രുവലോകം നശിക്കില്ല എന്നുള്ള ആ ലോകം ഇദ്ദേഹത്തിന് സമ്മാനമായിട്ട് കൊടുക്കുകയാണ്. ഈ ഭൂമി മുഴുവൻ ഭരിച്ചതിന് ശേഷം അവസാനം ധ്രുവ മഹാരാജ ധ്രുവലോകം എന്നുള്ള വൈകുണ്ഠ ലോകത്തില് താമസിക്കുകയും ചെയ്യും. വർഷങ്ങളോളം യുഗങ്ങളോളം താമസിക്കും. മാത്രമല്ല അവിടെ വിഷ്ണു നേരിട്ട് പ്രസന്നനുമാണ് ആ ധ്രുവലോകത്തിന്. ഇത്രയും ഐശ്വര്യങ്ങളാണ് ഭഗവാൻ ധ്രുവന് കൊടുത്തത്. അപ്പൊ അത് പറഞ്ഞു നമ്മൾ. ധ്രുവ മഹാരാജാവിന്റെ കഥ പറഞ്ഞു അല്ലെ. ഇനി അടുത്തത് ഈ പരമ്പരയിൽ വന്നിട്ടുള്ളതാണ് അംഗ മഹാരാജാവ്. സുനീത എന്ന് പറഞ്ഞിട്ടുള്ള രാജാവുണ്ട്. അങ്കനും സുനീതയും. ഈ അംഗ മഹാരാജാവിന് കുട്ടികളില്ലാണ്ട് പ്രാർത്ഥിച്ചിട്ട് തപസ് ചെയ്തിട്ടാണ് ഒരു പുത്രൻ ഉണ്ടായത്. ആ പുത്രന്റെ പേരാണ് വേന ചക്രവർത്തി. പക്ഷേ ഈ സുനീത എന്നാണ് അങ്കന്റെ ഭാര്യയുടെ പേര്. സുനീത യമന്റെ മകളായിരുന്നു. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് അമ്മയുടെ വീട്ടിൽ പോകുമ്പോൾ ഈ വേനൻ ചെറുപ്പത്തിലെ യമരാജ്യത്ത് പോവായിരുന്നു, യമന്റെ രാജ്യത്ത്. അവിടെ 28 നരകങ്ങളിൽ പീഡിപ്പിക്കുന്നതാണ് ഈ കുട്ടി ചെറുപ്പത്തിലേ കാണുന്നത്, ഈ വേനൻ ചക്രവർത്തി. അതുകൊണ്ട് വേനൻ ഈ ക്രൂര സ്വഭാവം ചെറുപ്പത്തിലേ വന്നെന്ന് പറയും. ഈ സുനീതയുടെ വീട്ടിലേക്ക് പോണ കാരണം യമന്റെ അടുത്തേക്ക് പോണേ, നരകങ്ങളിൽ പീഡിപ്പിക്കാണ് ഈ കുട്ടി കാണുന്നത്. ചെറുപ്പത്തില് കുട്ടികൾ എന്ത് കണ്ടോ അത് അവർക്ക് സ്വഭാവമായിട്ട് മാറും. ഈ കുട്ടി ചെറുപ്പം മുതലേ ജീവജാലങ്ങളൊക്കെ വെറുതെ പിടിച്ചു കൊല്ലാൻ തുടങ്ങും. ഈ വേനൻ ചക്രവർത്തി വലുതായപ്പോൾ ആളുകളെയും കൊല്ലാൻ തുടങ്ങും. നിസ്സാര കാര്യത്തിന് വഴക്കുണ്ടാക്കലും കൊല്ലാനും തുടങ്ങും. ഈ അംഗരാജാവിന് ഭയങ്കര വിഷമമായി. എന്ത് ചെയ്യും? ഈ വേന ചക്രവർത്തി ഇത്രയും മോശം, അടുത്ത രാജാവാവേണ്ട ആളാണ് ഇങ്ങനെ വൃത്തികേട് ചെയ്യണത് അല്ലെ. എല്ലാവരെയും കൊല്ലുക, ദുഷ്ടന്മാരെ സജ്ജനങ്ങളെ നശിപ്പിക്കുക, അങ്ങനെ ക്രൂരനായിട്ട് മാറി ഈ വേന ചക്രവർത്തി. അപ്പൊ ഋഷിമാര് മുഴുവനും വിഷമത്തിലായി. ഈ രാജ്യം മുഴുവൻ നാശത്തിലേക്ക് പോവല്ലേ വേന ചക്രവർത്തി കാരണം. അപ്പൊ ഋഷിമാര് അവരുടെ തപസ്സിന്റെ ഫലത്തിൽ ഇദ്ദേഹത്തിനെ ശപിക്കുകയാണ്. വേന ചക്രവർത്തി ശപിച്ചിട്ട് നാശം ഉണ്ടാവാനായിട്ട് അവർ പ്രാർത്ഥിക്കും, നിവൃത്തിയില്ലാത്തതുകൊണ്ട്. അങ്ങനെ ഈ വേന ചക്രവർത്തിക്ക് നാശം ഉണ്ടാവും. പക്ഷെ ഇനിയും രാജ്യം ഭരിക്കാൻ ആള് വേണ്ടേ, ഇതിന്റെ പരമ്പര വേണ്ടേ. അതുകൊണ്ട് വേന ചക്രവർത്തിയുടെ തൊടയിൽ നിന്ന്, ആ ശവശരീരത്തിന്റെ തൊടയിൽ നിന്ന് ഈ ഋഷിമാര് കടയും തൊടയനെ കടഞ്ഞിട്ട് അതിൽ നിന്ന് പുത്രൻ ഉണ്ടാവാനായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ അവിടെ ഭഗവാന്റെ അവതാരമായിട്ടുള്ള പൃഥു മഹാരാജാവ് ഉണ്ടാവുമെന്ന് പറഞ്ഞു. ഈ ഭൂമിനെ മുഴുവൻ നശിപ്പിച്ചു ഈ വേന ചക്രവർത്തി. ഭൂമിയൊന്നും പുഷ്പിക്കാണ്ടായി, അത്രയ്ക്ക് മോശമാക്കി വെച്ചിട്ടാണ് ഇദ്ദേഹത്തിനെ ഇങ്ങനെ ഋഷിമാര് കൊല്ലണത്, ശപിച്ചു കൊല്ലണത്. അങ്ങനെ ഈ ഋഷിമാർ തന്നെ ഇദ്ദേഹത്തിന്റെ ആ ഒരു പൂർവികരിൽ നിന്ന് തന്നെ ഒരു രാജാവിനെ കിട്ടാൻ വേണ്ടി തൊടയിൽ കടഞ്ഞിട്ട് ഉണ്ടാവുന്നതാണ് പൃഥു മഹാരാജാവ് ഭഗവാന്റെ അവതാരമാണ്. അദ്ദേഹം വന്നിട്ട് ഭൂമി ദേവിയെ മുഴുവൻ അല്ലെ ആ നിലം ഉഴുത് മറിച്ച് എല്ലാ ഫലമൂലാദികളും വീണ്ടും പുനർസൃഷ്ടിക്കും ഈ പൃഥു മഹാരാജ്. മാത്രമല്ല വേന ചക്രവർത്തി കഠിനമായിട്ടുള്ള നരകയാതന അനുഭവിക്കുകയാണ് ഈ ചെയ്ത തെറ്റിന്. അതുകൊണ്ട് വേന ചക്രവർത്തിക്കും ഈ ആ ഒരു മോക്ഷം ഉണ്ടാക്കി കൊടുക്കും. ആര്? പൃഥു മഹാരാജാവ്. തന്റെ അച്ഛനല്ലേ, അതുകൊണ്ട് മോക്ഷം ഉണ്ടാക്കി കൊടുക്കും. ഇതാണ് പൃഥു മഹാരാജാവിന്റെ അവതാരമാണ് ഇതിൽ പറയുന്നത്.
ഇനി അടുത്തത് നാഭിയുടെയും സുദേവിയുടെയും പുത്രനായി, മേരുദേവി എന്നുണ്ട് സുദേവിക്ക് പേര്, ഋഷഭ രാജാവ് ജനിച്ചത്. മഹാരാജാവ് ഋഷഭന്റെ പുത്രനാണ് ഭരത മഹാരാജാവ് എന്നൊക്കെ പറഞ്ഞു. നമുക്ക് ഭാരതം എന്നവിടെ പേര് വരാൻ കാരണം ഭരത മഹാരാജാവ് നമ്മളെ ഈ ഭൂമി മുഴുവൻ ഭരിച്ചതുകൊണ്ടാണ്. ഈ പിന്നീട് മാനക്കായിട്ട് ജനിച്ചു എന്നൊക്കെ പറഞ്ഞില്ലേ ഭരത ചക്രവർത്തി. ഋഷഭദേവന്റെയും മേരുദേവി, നാഭിയുടെയും സുദേവിയുടെയും മേരുദേവിനെയാണ് സുദേവി എന്നും പറയുന്നത്. നാഭി മഹാരാജാവിന്റെയും മേരുദേവിയുടെയും പുത്രനായിട്ട് ഋഷഭദേവൻ അവതരിച്ചു. ഋഷഭദേവൻ വിഷ്ണുവിന്റെ അവതാരം തന്നെയാണ്. അദ്ദേഹം മനസ്സിനെ സന്തുലിതാവസ്ഥയിലാക്കുന്ന എങ്ങനെയാണെന്ന് പഠിപ്പിക്കാനാണ് അദ്ദേഹം അവതരിച്ചത്. അദ്ദേഹം അതായത് ഒരു ജഡയോഗം ഒക്കെ പ്രാക്ടീസ് ചെയ്യും. ജഡയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൻ്റെ ശരീരത്തിന് എന്തൊക്കെ ആക്രമണം ഉണ്ടായാലും അത് സഹിക്കുക, അതാണ് ജഡയോഗം. ജഡം പോലെ അനുഭവിക്കുക. ജഡയോഗം സ്വയം പീഡിപ്പിച്ച് അവർ ഈ മുടിയൊക്കെ ക്ഷൗരം ചെയ്യാനായിട്ട് തന്നെ പിഴുതെടുക്കുക ചെയ്യുക. ചില സന്യാസിമാരുണ്ട് ഈ ക്ഷൗരം ചെയ്യണതിന് ഉപകരണങ്ങളൊന്നും ഉപയോഗിക്കില്ല, പകരം എന്ത് ചെയ്യും, സ്വയം പിഴുതെടുക്കുക. എന്ത് വേദനയായിരിക്കും ആ വേദന സ്വയം സഹിക്കാൻ, അതായത് അതാണ് ജഡം പോലെ. സ്വയം എന്ത് വേദനയും പ്രഹരങ്ങളും ശരീരത്തിന് ഏൽപ്പിച്ചുകൊണ്ട് അതിലൊരു പരാതിയില്ലാതെ ജീവിക്കുന്ന രീതിയാണ് ജഡയോഗം. ഇതാണ് നമ്മുടെ ജഡഭരതനല്ല ഋഷഭദേവൻ പ്രാക്ടീസ് ചെയ്ത്. ഏകദേശം ജഡഭരതൻ അങ്ങനെ തന്നെയാണ് പ്രാക്ടീസ് ചെയ്തത്. ഋഷഭദേവൻ ജീവിതത്തിന്റെ അവസാന അവസ്ഥയിൽ ഒരു ഭ്രാന്തനെ പോലെ അലയാൻ തുടങ്ങി. ഈ പരമഹംസ അവസ്ഥ എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. അതായത് അവരെങ്ങനെ വെച്ചാൽ മുടിയും താടിയൊക്കെ ഇങ്ങനെ വളർത്തിയിട്ട് ഡ്രസ്സൊന്നും ഇല്ലാണ്ട് നഗ്നമായിട്ട് ഇങ്ങനെ നടക്കും, അവധൂത സന്യാസിമാരെ പോലെ. സാധാരണ ജനങ്ങൾക്ക് ഇവരുടെ അവസ്ഥ മനസ്സിലാവാണ്ട് ഇവരെ കല്ലെറിയുക, തുപ്പുക, മൂത്രവിസർജനം നടത്തുകയൊക്കെ ചെയ്തിരുന്നു. ഇദ്ദേഹത്തിന് അതൊന്നും പ്രശ്നമില്ല, ഇതിനൊന്നും പ്രതികരിക്കാനും പാടില്ല. അങ്ങനെയുള്ളവരാണ് അവധൂതന്മാർ പോയി വഴക്കുണ്ടാക്കി കഴിഞ്ഞാൽ ആ സ്റ്റൈല് പോയി പിന്നെ അല്ലേ. അതെല്ലാം അവർ സഹിക്കാൻ, അവർ ജഡയോഗമാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. എന്ത് വരുന്നതും പ്രതികരിക്കാതെ സഹിക്കാൻ കഴിവുള്ളവരാണ് ഈ ഋഷഭദേവൻ. ഈ ഋഷഭദേവന്റെ അവസാന അവസ്ഥ എങ്ങനെയായിരുന്നു, ഈ രീതിയിലായിരുന്നു. അങ്ങനെ അദ്ദേഹം എങ്ങനെയൊക്കെ ഉറങ്ങാൻ വെച്ച് അദ്ദേഹം തന്നെ മലമൂത്ര വിസർജനമൊക്കെ അവിടെ ഇവിടെയൊക്കെ നടത്തി അവിടെ തന്നെ അദ്ദേഹം ഉറങ്ങും. പക്ഷെ അദ്ദേഹത്തിന്റെ പ്രത്യേകത, അദ്ദേഹത്തിന്റെ മലത്തിന്റെ സ്മെല്ല് എങ്ങനെയാ വെച്ചാൽ പുഷ്പങ്ങളുടെ സ്മെല്ലായിരുന്നു, പാരിജാത പൂക്കളുടെയും അല്ലെ, അതുപോലെ നല്ല സുഗന്ധമായിട്ടുള്ള പൂക്കളുടെ മണമായിരുന്നു. അദ്ദേഹം അത്രയും പ്യൂരിറ്റി ഉള്ളതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. ഈശ്വരൻ അങ്ങനെയാണ് വരിക അല്ലേ. അപ്പോ പ്രഭുപാദ് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഈ ഇദ്ദേഹത്തിന്റെ കഥയൊക്കെ വായിച്ചിട്ട് പലരും ഭയങ്കര പ്രാക്ടീസ് ഒക്കെ ചെയ്തിട്ട് പ്രഭുപാദ് പറഞ്ഞു, നിങ്ങൾക്ക് നിങ്ങളുടെ മലമൂത്ര വിസർജനത്തിന് പുഷ്പങ്ങളോളം സുഗന്ധം ഉണ്ടാക്കാൻ സാധിക്കുന്ന സമയത്ത് ഇതൊക്കെ നിങ്ങൾ അനുകരിക്കാവോ. ഒരിക്കലും ഋഷഭദേവനെ പോലുള്ള ആൾക്കാരെ നമ്മൾ അനുകരിക്കരുത്, മനസ്സിലാക്കാനേ പാടുള്ളൂ. കാരണം നമ്മളോട് എന്താ പറഞ്ഞിരിക്കുന്നത്, നമ്മൾ കൃത്യമായി നഖം വെട്ടണം, ക്ഷൗരം ചെയ്യണം, 2 നേരം കുളിക്കണം, വേർത്താ കുളിക്കണം, പല്ല് തേക്കണം. ഇതൊക്കെയാണ് പ്രഭുപാദ് നമുക്ക് പറഞ്ഞത്. ഇസ്തിരിയിട്ടുള്ള വസ്ത്രങ്ങൾ ഉപയോഗിക്കണം, വൃത്തിയുള്ള വസ്ത്രങ്ങൾ ഉപയോഗിക്കണം. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? നേരെ മറിച്ച് ഈ ഋഷഭദേവനെ പോലുള്ളവര് ഒന്നാമത് വസ്ത്രം ഇടില്ല. വസ്ത്രം ഇട്ടാൽ തന്നെ വൃന്ദാവനവാസികളൊക്കെ മുഷിഞ്ഞ വസ്ത്രത്തിലും മുഷിഞ്ഞ ജപമാലയിലും താടിയൊന്നും പഠിക്കാൻ നടക്കണ കാണാം. അതൊന്നും കണ്ട് നമ്മൾ അവരെ അനുകരിക്കാൻ പാടില്ല. കാരണം നമ്മൾ ആ ലെവലിലല്ല അല്ലെ. പരിശുദ്ധിയുടെ അങ്ങേ അറ്റത്തുള്ളവരെ ഇതൊക്കെ പാലിക്കാൻ പാടുള്ളൂ അല്ലെ. പരിശുദ്ധിയുടെ അങ്ങേ അറ്റം പറഞ്ഞാൽ വിഷ്ണു തത്വങ്ങൾക്ക് അത് സാധിക്കുള്ളൂ. ഋഷഭദേവൻ പറഞ്ഞ വിഷ്ണു തത്വമാണ്, വിഷ്ണുവിന്റെ അവതാരമാണ്. അദ്ദേഹത്തിന്റെ മലമൂത്രങ്ങളൊക്കെ നമ്മളിവിടെ ഒരു മൂത്രം ഒഴിച്ചു കഴിഞ്ഞാൽ സ്മെല്ല് ബാത്റൂം, നമ്മുടെ മനുഷ്യന്മാരിപ്പം ബാത്റൂമിന് അടുത്തൂടെ നമുക്ക് പോകാൻ പറ്റില്ല അല്ലെ. പക്ഷെ ഋഷഭദേവന്റെ അങ്ങനെയല്ല, നല്ല സുഗന്ധ ചന്ദനത്തിന്റെയൊക്കെ മണാണ് വരിക മൂത്രത്തിനും മലത്തിനൊക്കെ. ആ ഒരു ലെവല് കീപ്പ് ചെയ്യണവർക്കാണ് ചെയ്യാൻ പറ്റും. നമ്മളെന്താ ചെയ്യേണ്ടത്, നമ്മളിതൊക്കെ പഠിക്കുക അല്ലെ. നമ്മൾ എന്ത് ചെയ്യണം, 2 നേരം മിനിമം കുളിക്കാന്നാ പറഞ്ഞിരിക്കുന്നത്. വേർത്താ കുളിക്കണം, മലവിസർജനം ചെയ്താൽ കുളിക്കണം. പിന്നെ എന്താ പറഞ്ഞിരിക്കുന്നത്, പിന്നെ അതുപോലെ ജഡം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ കുളിക്കണം എന്നാ പറയാ. കാരണം ആ ജഡത്തിൽ നിന്ന് തന്നെ നെഗറ്റീവ് എനർജി നമ്മളിൽ കയറും. ഉയർന്ന ഭഗവാന്റെ അടുത്തുനിന്ന് അത് കയറില്ല, നമ്മുടെ അടുത്ത് ഋഷഭദേവന്റെ മേലെ ഇത് കയറില്ല അല്ലെ. അവർ അത്രയും പ്യൂരിഫൈഡ് ആയിട്ടുള്ള ആത്മാക്കളാണ്, നമ്മളുടെ മേലേക്ക് അത് കയറും. അതുകൊണ്ട് നമുക്ക് ഈ ശവം കണ്ടാൽ കുളിക്കണം എന്നൊക്കെ പറയണം, വൃത്തിയാക്കണം എന്നൊക്കെ പറയണം അല്ലെ. അപ്പൊ അങ്ങനെ കുറെ കാര്യങ്ങൾ പ്രഭുപാദ് ഇത് പറഞ്ഞു തരുമ്പോൾ തന്നെ രണ്ടും പറഞ്ഞിരുന്നുണ്ട് ഭാവാർത്ഥത്തില്. നമ്മൾ തെറ്റായിട്ട് പോകുമെന്ന് പേടിച്ചിട്ടാണ് പ്രഭുപാദ് ഭാവാർത്ഥത്തില് ഇത് പറഞ്ഞിരിക്കുന്നത്. പിന്നെ എന്താ പറയുന്നത്, ജഡയോഗം സാധാരണ വ്യക്തികൾക്ക് അസാധ്യമാണ് അല്ലെ. ഈ യുഗത്തിൽ നമുക്ക് കലിയുഗത്തിൽ ഒട്ടും പറ്റില്ല ജഡയോഗം. നമ്മൾ നാമസങ്കീർത്തനം ചെയ്യുക, ശ്രവിക്കുക, ഇതാണ് കലിയുഗത്തിൽ ചെയ്യേണ്ടത്. ഇനി അടുത്തത് ബ്രഹ്മാവ് ഒരു യജ്ഞമനുഷ്യ. ഇതൊക്കെ അവതാരങ്ങളാണ്. ഋഷഭദേവൻ ഒരു അവതാരമാണ്. ഋഷഭദേവന് 100 പുത്രന്മാരുണ്ടായിരുന്നു. അതിൽ മൂത്ത ആളാണ് ഭരത ചക്രവർത്തി. ഈ ഭരത ചക്രവർത്തി ഭൂമി മുഴുവൻ ഭരിച്ചിരുന്നു. അദ്ദേഹം അവസാനം കഠിന തപസ് ചെയ്തു. എന്നിട്ടൊരു മാനോട് ആസക്തി വന്ന് മാനായി ജനിച്ച കഥയൊക്കെ ഉണ്ട്. നമുക്കത് അവതാരം അല്ലാത്തതുകൊണ്ട് അതിപ്പോ ഇവിടെ പറയണില്ല കേട്ടോ. അടുത്ത ബ്രഹ്മാവ് അനുഷ്ഠിച്ച ഒരു യജ്ഞം അനുഷ്ഠിച്ചപ്പോൾ ഒരു അവതാരം ഉണ്ടായി. ഹയഗ്രീവ് അവതാരം എന്നൊരു അവതാരം ബ്രഹ്മാവ് യജ്ഞം അനുഷ്ഠിച്ചുണ്ടായി. ഈ ഹയഗ്രീവൻ എന്ന് പറഞ്ഞ യജ്ഞരൂപം പൂണ്ടവനും ഹയഗ്രീവന്റെ ശരീരം സ്വർണ്ണ നിറത്തിലുള്ളതായിരുന്നു.
അദ്ദേഹം വേദരൂപം പൂണ്ടവനും സർവ്വദേവന്മാരുടെയും പരമാത്മാവുമാണ് ഈ ഹയഗ്രീവ അവതാരം. അദ്ദേഹം ശ്വസിച്ചപ്പോൾ എല്ലാ വേദമന്ത്രങ്ങളും പുറത്തു വന്നെന്ന് പറയുന്നത്. ഹയഗ്രീവൻ എന്ന് പറഞ്ഞ വേദങ്ങളെ വീണ്ടെടുക്കുന്നവനും അല്ലെ അങ്ങനെയുള്ള യജ്ഞ അവതാരമാണ്. ഇനി യുഗാന്ത്യത്തിൽ പ്രളയം സംഭവിക്കുന്നു. ഓരോ യുഗത്തിന്റെ അന്ത്യത്തിൽ പ്രളയം സംഭവിക്കും. ആ പ്രളയം സംഭവിക്കുമ്പോൾ ആ പ്രധാനപ്പെട്ട കാര്യങ്ങളെ സംരക്ഷിക്കാനായിട്ട് ഭഗവാൻ മത്സ്യ അവതാരം എടുക്കുന്നു അല്ലെ, മത്സ്യരൂപം അവതരിക്കുക. അപ്പോൾ മത്സ്യ അവതാരമാണ് ഇപ്പൊ പറയുന്നത് കേട്ടോ. ഈ എപ്പോഴൊക്കെയാണ് പ്രളയം വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രഹ്മാവിന്റെ ഒരു പകൽ തന്നെ, ബ്രഹ്മാവിന് 100 വർഷം ആയുസുണ്ട്. നമ്മുടെ 100 വർഷമല്ല കേട്ടോ, ബ്രഹ്മാവിന്റെ ഒരു പകലില് 14 മനുക്കൾ വരും, ഒരു പകലില് മാത്രം. ഈ ഓരോ മനു വന്ന് പോകുമ്പോഴും പ്രളയം ഉണ്ടാവും. അപ്പൊ 14 പ്രളയം പകലില് മാത്രം ഉണ്ടാവും. അങ്ങനെ ബ്രഹ്മാവിന്റെ ഒരു മാസത്തിൽ എത്ര മനുക്കൾ വരും? 420 മനുക്കൾ വരും. അപ്പൊ 420 പ്രളയം ഉണ്ടാവും ബ്രഹ്മാവിന്റെ ഒരു മാസത്തില്. ഇനി ബ്രഹ്മാവിന്റെ ഒരു വർഷത്തിൽ 5020 5040 മനുക്കൾ വരും. ബ്രഹ്മാവിന്റെ 100 വർഷം ആകുമ്പോഴേക്കും 5 ലക്ഷത്തോളം മനുക്കൾ വന്നു പോകും. അപ്പൊ 5 ലക്ഷത്തോളം പ്രളയം ഉണ്ടാവും ഇവിടെ ബ്രഹ്മാവിന്റെ ഒരു ആയുസ്സിൽ തന്നെ. പിന്നെ ബ്രഹ്മാവ് മരണമടയുന്ന സമയത്ത് അവിടെ ഒരു മഹാപ്രളയം ഉണ്ടാവും. അപ്പൊ എത്ര പ്രളയം ഉണ്ടാവും എന്ന് ആലോചിച്ച് നോക്കുക. അങ്ങനെ നമുക്ക് പക്ഷെ ഇതൊന്നും കണക്കൂട്ടാനേ പറ്റില്ല ആയുസ്. നമ്മളുടെ എത്രയോ യുഗങ്ങൾ കഴിയുമ്പോൾ ബ്രഹ്മാവിന് ഒരു മനുവിന്റെ അല്ലെ, ഒരു മനു വന്നു പോവാ പറയുമ്പോൾ നമ്മുടെ യുഗങ്ങൾ കഴിഞ്ഞിട്ടുണ്ടാവും. 4 യുഗങ്ങൾ എത്ര തവണ 72 ചതുർയുഗങ്ങൾ കഴിയുമ്പോഴാണ് ഒരു മനു വന്ന് പോവുക. അങ്ങനെ 14 മനുവും വന്ന് പോകുമ്പോൾ ആലോചിച്ച് നോക്കുക, നമുക്കത് കമ്പയർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ പ്രളയ സമയത്ത് ഈ പ്രധാനപ്പെട്ട അവസ്ഥകളെ സംരക്ഷിക്കാനായിട്ട് ആരെ വരുന്ന ഭഗവാൻ മത്സ്യരൂപം എടുക്കുക. അപ്പൊ മത്സ്യാവതാരം ഇവിടെ പറഞ്ഞു. ഇനി അപ്പൊ മത്സ്യാവതാരം കൊണ്ട് ഭഗവാൻ ദേവന്മാര്, മൃഗങ്ങള്, മനുഷ്യര്, മഹർഷിമാര്, അത് മാത്രമല്ല വേദങ്ങളെ പോലും സംരക്ഷിച്ചു. വേദങ്ങള് ബ്രഹ്മാവിന് ഈ പ്രളയം വരുമ്പോൾ പേടിച്ചിട്ട് ബ്രഹ്മാവിന്റെ വായിൽ നിന്ന് വേദങ്ങളൊക്കെ പുറത്തേക്ക് വീഴും. ആ സമയത്ത് ആ വേദങ്ങളെ ആരാ സംരക്ഷിക്കുന്നത്? മത്സ്യാവതാരം വന്നിട്ട് വേദങ്ങളെയും എടുത്ത് സംരക്ഷിക്കും. ഭയത്താൽ വേദങ്ങൾ ബ്രഹ്മാവിന്റെ വായിൽ നിന്നും നിർഗമിക്കുന്നു എന്നാ പറയണത്. അപ്പൊ ആ വേദങ്ങളെയും മത്സ്യാവതാരം പരിരക്ഷിക്കുന്നു. ഹരേ കൃഷ്ണ. എല്ലാവരും കൈകൊട്ടിയേ. ആർക്കൊക്കെ ഉറക്കം വരുന്നുണ്ട്? ഹരേ കൃഷ്ണ. ഗ്രാമറല്ലേ പഠിക്കണേ, ഗ്രാമർ പാട്ട് പഠിക്കണ കാരണം. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ. ഉറക്കം പോയാ? ഇനി അടുത്തത് പാലാഴി കടയണ സമയത്തുള്ള അവതാരങ്ങളാണ്. പാലാഴി കടയണ എന്തിനാണല്ലേ? അമൃത് കിട്ടാൻ വേണ്ടിയിട്ട് ദേവന്മാരും അസുരന്മാരും ചേർന്ന് പാലാഴി കടയും. പാലാഴി കടയുമ്പോൾ ആദ്യം ഒരു അവതാരം തന്നെ, അജിതൻ എന്നൊരു അവതാരം ആദ്യം തന്നെ വരും. ഈ ദേവന്മാർക്ക് പിടിക്കാൻ പറ്റണില്ല ഇതിനെ അല്ലേ, ഇത് ഈ വാസുകീനെ പിടിച്ച് വലിക്കാൻ പറ്റണ്ടേ, ശക്തി പോരാ. അപ്പോൾ ഭഗവാൻ അജിതൻ എന്നുള്ള പേരിലൊരു അവതാരം വരും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ ആധാരകീലമായിട്ട് മന്ദരപർവ്വതമാണ് ഇങ്ങനെ കറങ്ങണത് കടകോലായിട്ട്. ഈ മന്ദരപർവ്വതത്തിന് ഇങ്ങനെ നിൽക്കാൻ റെസ്റ്റ് ചെയ്യണ്ടേ, അല്ലാണ്ട് നിൽക്കാൻ എവിടെയെങ്കിലും റെസ്റ്റ് ചെയ്ത് തിരിയാൻ പറ്റണില്ല. അപ്പൊ എന്ത് ചെയ്തു? ഭഗവാൻ കൂർമ്മ അവതാരം വന്നു. ഭഗവാന്റെ കൂർമ്മ രൂപത്തിൽ വന്നിട്ട് ഈ ആധാരകീലത്തിന്റെ അടിയിൽ നിൽക്കുന്ന പറയണത് കൂർമ്മം. ഈ കൂർമ്മത്തിന് പുറം നന്നായി ചൊറിയുണ്ടായിരുന്നു കൂർമ്മ രൂപത്തിൽ. അപ്പൊ ഈ കോലിങ്ങനെ ഇല്ലേ, എന്താണ് മന്ത്രപർവ്വതം ഇങ്ങനെ തിരിയുമ്പോ പുറം ചൊറിയണ പോലെ ഒരു രസറ കാരണം അവരൊരു സുഖം കിട്ടിയെന്ന് പറയുന്നത് കൂർമാവതാരത്തിന്. അത് ഇതില് പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. കൂർമ്മ രൂപത്തിന് അല്ലേ പുറം ചൊറിയണ സമയത്ത് ഇങ്ങനെ കടകോൽ ഇങ്ങനെ അല്ലേ ഇങ്ങനെ തിരിയുമ്പോ ഇങ്ങനെ ഇളകല്ലേ കൂർമ്മത്തിന്റെ പുറത്ത് വന്നിട്ട്. അപ്പൊ ഇങ്ങനെ ഒരസല്ലേ, ഒരസം അദ്ദേഹത്തിന് ആ ചൊറിച്ചിലിന് സമരം ഉണ്ടാവുകയും ഒരു രസം ഉണ്ടായെന്ന് പറഞ്ഞു. അല്ല, ഭഗവാൻ ഒരു വ്യക്തിയാണെന്ന് കാണിക്കണം. ഭഗവാൻ ഇതൊക്കെ ഉണ്ടെന്ന്, ഈ കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളതാണ്. അങ്ങനെ പിന്നെ ദേവന്മാരും അസുരന്മാരും ചേർന്ന് അമൃത് കടഞ്ഞെടുക്കുന്നതായിട്ട് അത് പറഞ്ഞു അല്ലെ. ഇനി ഹിരണ്യകശിപുവിനെ വധിക്കാനായിട്ട് നരസിംഹാവതാരം. അതിന്റെ ഇടയിൽ തന്നെ ഈ അമൃത് വിളമ്പാനായിട്ട് മോഹിനിമൂർത്തിയായിട്ട് അവതരിക്കുന്നുണ്ട്. ധന്വന്തര മൂർത്തിയാണ് ആദ്യം ഈ അമൃത കുംഭം കൊണ്ടുവരുന്ന ധന്വന്തര മൂർത്തി. ഈ അവതാരമൊക്കെ ഉണ്ടാവുന്നത്. ഇനി അടുത്തത് ഹിരണ്യാക്ഷന്റെ അനിയൻ ഹിരണ്യകശിപു അല്ലെ, വലിയ വിഷ്ണു വിരോധിയായി മാറി ചേട്ടൻ മരിച്ചോടുകൂടി. വിഷ്ണു കാരനാണ് എന്റെ ചേട്ടൻ മരിച്ചത്, വിഷ്ണു നിന്നെ കൊന്നേ അടങ്ങുള്ളൂ ഞാൻ. അതാണ് ഹിരണ്യകശിപുവിന്റെ
അപ്പൊ ഹിരണ്യകശിപു അതിനു വേണ്ടി കഠിന തപസ്സൊക്കെ അനുഷ്ഠിച്ചു അല്ലേ. അപ്പോൾ അദ്ദേഹത്തിനെ കൊല്ലാനായിട്ട് പല പല എല്ലാ സംഭവങ്ങളും അടച്ചു വെച്ചിരിക്കണം, എന്നെ ആർക്കും കൊല്ലാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട്. പക്ഷെ ബ്രഹ്മാവ് പതുക്കൊന്നും മന്ദഹസിക്കും. ബ്രഹ്മാവിനറിയാം വിഷ്ണു എല്ലാ സൂത്രവും കണ്ടെത്തുന്നു അല്ലേ. വിഷ്ണു നരസിംഹ രൂപത്തിൽ വന്നിട്ട് ഹിരണ്യകശിപുവിനെ വധിച്ചു. എങ്ങനെയാണ് അദ്ദേഹം ഉഗ്രകോപത്തോടെ തന്റെ തുടയിൽ കിടത്തിയിട്ട്, അസുര രാജാവിനെ തന്റെ തുടയിൽ കിടത്തിയിട്ട് ഉഗ്രകോപത്തോടെ പുരികങ്ങൾ ചുളിച്ചു എന്നാ പറയണത്. വായു പിളർന്നു. എങ്ങനെയാണ് നരസിംഹ അവതാരം നമ്മൾ കണ്ടവർക്ക് ഒരു ഓർമ്മ വരും. ഘോര ദംഷ്ട്രങ്ങളൊക്കെ പ്രദർശിപ്പിച്ചുകൊണ്ട് വജ്രതുല്യമായ നഖം അല്ലേ. നഖം എങ്ങനെയായിരുന്നു? കണ്ട തവകര കമലവരെ, താമരപ്പൂ പോലെയാണ് ഭഗവാന്റെ കൈകൾ എന്ന് പറയും. പക്ഷെ നഖം എന്താന്ന് പറഞ്ഞാൽ വജ്രം പോലെ നല്ല കഠിനമായിരുന്നു എന്നാ പറയുന്നത് ആ നഖം. ആ നഖം കൊണ്ട് അസുര രാജാവിന്റെ മാറിടം പിളർന്ന് കൊന്നു എന്നാ പറയുന്നത്. അടുത്തത് ഗജേന്ദ്ര മോക്ഷത്തെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഗജേന്ദ്രൻ കേട്ടിട്ടില്ലേ ഗജേന്ദ്രനെ അല്ലെ. ഗജേന്ദ്രൻ വന്നിട്ട് ഭയങ്കര അഹങ്കാരിയും ഭയങ്കര അല്ലെ, അതായത് അഹങ്കാരം എന്ന് പറയാൻ പറ്റില്ല, അതിന്റെ ശക്തിയിൽ വളരെ അഭിമാനം കൊണ്ടിട്ടുള്ള ആളായിരുന്നു. ഗജേന്ദ്രനെ തോൽപ്പിക്കാൻ ആർക്കും കരയിൽ പറ്റിയിരുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ തന്റെ പിടിയാനകളും അല്ലെ ഗജേന്ദ്രനും കൂടി സ്റ്റൈലായിട്ട് ഇങ്ങനെ നടന്നു വരികയാണ് അല്ലെ. ഇത് കരിമ്പും തോട്ടമൊക്കെ ഇങ്ങനെ നശിപ്പിച്ച ഒരു പിടിയാനകളും ഗജേന്ദ്രനും കൂടി അങ്ങനെ ആ തടാകം അടുത്ത് കാണാം. ആ തടാകത്തിൽ ഇറങ്ങി ഇങ്ങനെ സുഖിക്കാന്ന് വിചാരിച്ചിട്ട് ഗജേന്ദ്രൻ ഇറങ്ങി. തടാകത്തിൽ ഇറങ്ങിയപ്പോഴാണ് ആ കാര്യം പിടികിട്ടിയത്. ഒരു മുതല പിടിച്ചു അല്ലെ. സാധാരണ ഒരു മുതലല്ല അല്ലെ, അത് ഏതോ ഒരു ഗന്ധർവൻ ശാപം കിട്ടിയിട്ടുണ്ടല്ലോ. ഹൂഹു എന്നുള്ള ഗന്ധർവന് ശാപം കിട്ടിയിട്ടാണ് ഈ മുതലയെ ജനിച്ചത്. അപ്പൊ ഇത് ഭയങ്കര ശക്തിയുള്ള മുതലയാണ്. ആ മുതല ഞങ്ങൾ പിടിച്ചു കാലില്. എത്ര ശ്രമിച്ചിട്ടും പിടിപെടില്ല. കാലിൽ ചോര വരാൻ തുടങ്ങി. യുദ്ധമായി. ഗജേന്ദ്രന്റെ മുതലയും നമ്മൾ യുദ്ധമായി. കുറെയൊക്കെ പിടിയാനുകൾ സഹിച്ചിരുന്നു അല്ലെ. ഭർത്താവിന് ദുരിതം വരുമ്പോ ആദ്യമൊക്കെ കുറെ സഹിക്കും, പിന്നീട് മടുക്കുമ്പോ വിട്ടെറിഞ്ഞു പോയെന്ന് പറയില്ലേ. അതുപോലെ എല്ലാവരും എല്ലാം പറഞ്ഞിട്ട് സാധാരണഗതിയിൽ ഈ പിടിയാനുകൾ എന്ത് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഗജേന്ദ്രനെ ഒരുപാട് മോഹിപ്പിച്ച കൂടെ നിന്നു. അവസാനം യുദ്ധത്തിൽ തോറ്റാണ്. ഇവർക്ക് മടുത്തു. യുദ്ധം കണ്ട് നമുക്ക് ശരിയായൊരു അപകടം വന്ന് ആരും ഉണ്ടാവില്ല എന്ന് തെളിയിക്കുകയാണ് ഗജേന്ദ്ര മോക്ഷത്തിൽ. കൂടെ നിന്ന ഭാര്യമാര് എല്ലാവരും അല്ലെ ഗജേന്ദ്രന്റെ സ്റ്റൈൽ കണ്ടിട്ട് പിറകെ കൂടിയ പെണ്ണുങ്ങളാണ് അല്ലെ ഇവരൊക്കെ പിടിയാനകള്. അത്രയും നല്ല ആനയായിരുന്നു, എടുപ്പുള്ള ആനയായിരുന്നു. പക്ഷെ പിടിയാനകൾക്ക് നിവൃത്തിയില്ലാണ്ടായില്ലേ. എത്ര 1000 വർഷം യുദ്ധം ചെയ്യുക പറഞ്ഞു ഇവര് തമ്മില്. അവസാനം പിടിയാനകളും കുട്ടിയാനകളും ഫ്രണ്ട്സും ഒക്കെ തിരിച്ചു പോയി. ഇത് കണ്ടിട്ട് ഒന്നും രക്ഷിക്കാനും അവർക്ക് പറ്റുന്നില്ല. അവർക്ക് മടുത്തു. ഇതില് അവർ തിരിച്ചുപോയി അല്ലെ. നമ്മുടെ ചില അപകടങ്ങൾ കാണുമ്പോൾ അവിടെ കൂടെയുള്ളവർക്കൊക്കെ മടുക്കും നമ്മളിനെ അല്ലെ. നമുക്ക് ശരിയായ പ്രശ്നങ്ങൾ വരുമ്പോൾ ആദ്യം നമ്മൾ സുഖത്തിലിരിക്കുമ്പോൾ എല്ലാവരും കൂടെ ഉണ്ടാവും. നമ്മൾ പ്രശ്നങ്ങൾ ഇങ്ങനെ അനുഭവിച്ച് വരുമ്പോൾ കൂടെയുള്ളവരൊന്നും എണ്ണാനുള്ളവരെ ഉണ്ടാവുള്ളൂ അല്ലെ. പിന്നെയും കൂടുതൽ പ്രശ്നം വരുമ്പോൾ ഇവരെ കൊണ്ട് തോറ്റു, ഇവരെ കൂടെ നിന്നിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് പോവും. അത്രയും ആത്മാർത്ഥമുള്ളവർ മാത്രമേ കൂടെ നിൽക്കുള്ളൂ അല്ലെ. അവസാനം ആ ആത്മാർത്ഥമുള്ളവരും തിരിച്ചു പോയി എന്നാ പറയുന്നത്. അവസാനം ഗജേന്ദ്ര ഒറ്റയ്ക്കായി. തമ്മിൽ യുദ്ധം ചെയ്ത് പിടിച്ച് വലിക്കാൻ തുടങ്ങി ആനനെ തടാകത്തിൽ. ആന താഴേക്ക് വീണ് അല്ലെ. താഴേക്ക് വന്ന് മുങ്ങി. അവസാനമായപ്പോൾ അവർക്ക് ഓർമ്മ വന്നു ഭഗവാനെ. മുൻജന്മം ചെയ്ത ആ തപസ് കാരണം ഈ കൃഷ്ണ ഭഗവാൻ ഓർമ്മ വന്നു. അദ്ദേഹം ഒരു താമര പൂവ് തുമ്പിക്കൈ കൊണ്ട് എടുത്ത് പൊക്കി വെക്കണം. ഞാൻ അവിടെ ഉണ്ട് എന്നെ രക്ഷിക്കാൻ വേണ്ടി. എന്താ പറയണ അറിയോ അതില്? ഗജേന്ദ്രൻ പ്രാർത്ഥിക്കണ അല്ലയോ ആദിപുരുഷ എന്നാണ് വിളിക്കുന്നത് ഭഗവാൻ. ആദിപുരുഷ, അഖില ലോകനാഥ, തീർത്ഥാടന സ്ഥാനം പോലെ വിശുദ്ധനായ ഹേ രക്ഷക അല്ലെ. എല്ലാവരും ജപശ്രേഷ്ഠമായ അങ്ങയുടെ ദിവ്യനാമജപത്താൽ പരിശുദ്ധരാക്കപ്പെടുന്നു. എന്താണ് ആദിപുരുഷ? അതിൽ നിന്ന് നമുക്ക് മനസ്സിലായി. ആദ്യം പുരാണ പുരുഷം നവയൗവനം ച അല്ലെ. ആദ്യത്തെ പുരുഷനാണ് ഭഗവാൻ അല്ലെ, ഹരി അല്ലെ. പുരാണ പുരുഷൻ ഏറ്റവും പ്രായം കൂടിയ ആള് നവയൗവനം അല്ലെ. 16 വയസ്സേ തോന്നിട്ടുള്ളൂ. എന്നാൽ കറുത്ത കാർക്കൂന്തലും അല്ലെ. അങ്ങനെയൊക്കെയാണ് പറയാ ഭഗവാന്. അപ്പൊ അദ്ദേഹം അഖില ലോകനാഥ, എല്ലാ ലോകത്തിന്റെയും ജഗന്നാഥനാണ് അങ്ങ്. പിന്നെന്താ പറയുക, തീർത്ഥാടന സ്ഥാനം പോലെ വിശുദ്ധൻ. അതായത് നമ്മൾ തീർത്ഥാടനത്തിലൊക്കെ പോകണമെന്ന് വെച്ചാൽ ശുദ്ധിയാവാനാണ് അല്ലെ. ഗംഗയിലും യമുനയിലൊക്കെ പോയി കുളിച്ചു കഴിഞ്ഞാൽ എന്താണ്, നമുക്ക് ശുദ്ധി വരും. പക്ഷെ പവിത്രമായ ഭഗവാൻ അല്ലെങ്കിൽ ഭഗവാന്റെ ഭക്തർ വന്നു കഴിഞ്ഞാൽ 100 തീർത്ഥാടനം മുങ്ങിയ പോലെ എന്നാ പറയുന്നത്. നമ്മുടെ ഗുരുവിനെ പോലുള്ള ആൾക്കാർ നമ്മുടെ അടുത്ത് വന്നു വിടുകയാണെങ്കിൽ എത്രയോ തീർത്ഥാടനത്തിൽ മുങ്ങുന്നതിന്റെ ഫലം അവരുടെ കണ്ട മാത്രമേ നമുക്ക് കിട്ടും. ഭഗവാനെ കണ്ട മാത്രയില് തീർത്ഥാടനത്തിനേക്കാളും പുണ്യം അദ്ദേഹത്തിന് കിട്ടിയെന്നാ പറയണത്. പിന്നെ എല്ലാവരും ജപശ്രേഷ്ഠമായ ദിവ്യനാമം, ശ്രേഷ്ഠ ജപം, അദ്ദേഹത്തിന്റെ നാമം അല്ലെ ജപിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ എല്ലാതരം ദുരിതങ്ങളും ഹരിക്കുന്ന പറയണ ആ ജപം. അങ്ങനെയുള്ളവനെ എന്നെ രക്ഷിക്കൂ എന്ന് പറഞ്ഞിട്ട് രക്ഷക എന്ന് വിളിച്ചു. രക്ഷിക്കൂ എന്ന് പറഞ്ഞു. ഇത് കേട്ട ഉടനെ ഭഗവാൻ കേൾക്കാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു അല്ലേ. ഭഗവാൻ തന്റെ പക്ഷി രാജാവായിട്ടുള്ള ആരാണ് ഗരുഡന്റെ പുറത്ത് സുദർശന ചക്രവും കൊണ്ടല്ലേ അദ്ദേഹം ഈ മേലങ്കി പുതച്ചിട്ടില്ല എന്നാ പറഞ്ഞു വരാൻ.
ഞാൻ വൈകരുത് എത്താൻ, ഗജേന്ദ്രന്റെ അടുത്ത് വൈകരുത് എത്താൻ വേണ്ട ഭഗവാൻ അദ്ദേഹത്തിന്റെ ഈ മുകളിലുള്ള ഷോളല്ലേ അത് മേലെങ്കിൽ അത് ഇടാണ്ടാണ് വന്നിരിക്കുന്നത് ഭഗവാൻ എന്ന് പറഞ്ഞത്. അങ്ങനെ ഗരുഡന്റെ പുറത്ത് വന്നിട്ട് വന്ന ഉടനെ സുദർശന ചക്രം കൊണ്ട് ആർക്ക് മോക്ഷം കൊടുത്തു? ഗന്ധർവന്. ആ മുതലയ്ക്ക് ആദ്യം മോക്ഷം കൊടുക്കും. അപ്പൊ നമ്മളെ കാല് പിടിച്ച് വലിച്ചവർക്ക് ആദ്യം മോക്ഷം കൃഷ്ണൻ കൊടുക്കും. ഭക്തനെ ദ്രോഹിക്കുന്നവർക്കാണ് ആദ്യം മോക്ഷം കിട്ടുക. ഇനി ദ്രോഹിക്കാതെ വിചാരിക്കരുത് അല്ല. എന്താണ് കാരണം? ഭക്തന്റെ കാല് പിടിച്ചില്ലേ, ദ്രോഹിക്കാൻ വേണ്ടിയാണെങ്കിലും ഭഗവാന്റെ മനസ്സിൽ സ്ഥാനം പിടിച്ചു. അതുവരെ ശ്രദ്ധിച്ചിട്ടേ ഇല്ലാത്ത ഒരാളിനെ ഭക്തനെ ഉപദ്രവിച്ച കാരണം ഭഗവാൻ ശ്രദ്ധിക്കാൻ തുടങ്ങി അല്ലേ? ഒരു ശ്രദ്ധയില്ല. പക്ഷെ ഭക്തൻ ഉപദ്രവിക്കില്ല ഒരാള്. അപ്പൊ ഭഗവാനെ രക്ഷിക്കണേ പറയുമ്പോ ആരെന്നവൻ രക്ഷിക്കാൻ പറഞ്ഞിട്ട് ആ ആളും ഭഗവാന്റെ മനസ്സിൽ വന്നു. മനസ്സിലിടം പിടിച്ച് അവന് മോക്ഷം ആദ്യം കൊടുത്തു, കൂക്കു എന്നുള്ള മുതലേക്ക്. അവസാനം ഗജേന്ദ്രനെ രഥത്തിലെ കൊണ്ടുപോകണം. ഗജേന്ദ്രൻ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ 4 പാർഷദന്മാർ വരും. പാർഷദന്മാർ ഭഗവാന്റെ കൂടെ വന്നിട്ട് വൈകുണ്ഠത്തിൽ നിന്നുള്ള രഥത്തില് ഗജേന്ദ്രന് 4 കൈയോടുകൂടിയുള്ള രൂപം കൊടുത്തതിന് ശേഷം ആ രൂപത്തിലാണ് ഗജേന്ദ്രനെ കൊണ്ടുപോകുന്നത്. അതാണ് ഗജേന്ദ്ര മോക്ഷം. അപ്പോൾ ആ അവതാരമാണ് ഇവിടെ ഭഗവാൻ അവതരിച്ചു ഈ ഒരു രീതിയിൽ. പിന്നെ അടുത്തത് അതിഥിയുടെയും കശ്യപ പ്രജാപതിയുടെയും ഇളയ പുത്രനായിട്ട് ആര് വന്നു? ഉപേന്ദ്രൻ, വാമനമൂർത്തിയുടെ അവതാരം. എല്ലാവർക്കും അറിയണതാണ് അല്ലെ? വാമനമൂർത്തി ബലി മഹാരാജാവിനെ അല്ലെ അനുഗ്രഹിക്കാൻ വന്നതാണ്, അല്ലാണ്ട് ചവിട്ടി താഴ്ത്താനല്ല. ഇവിടെ കമ്മ്യൂണിസ്റ്റുകാർ ഈ കഥ അറിയാത്തതുകൊണ്ട് പ്രസംഗിക്കുക. ഞാൻ ഒരു ഓണ ഉത്സവത്തിന് ഞങ്ങൾ അരവിന്ദ് പ്രഭു ഞാനിവിടെ പങ്കെടുത്തപ്പോൾ ഒരു ഓണ ഉത്സവത്തിന് ഒരാൾ വന്ന് കാര്യമായിട്ട് പ്രസംഗിക്കുകയാണ്. ഈ ചവിട്ടിത്തള്ളുന്ന വാമനന്മാരെ പോലെ ഞാൻ എന്റെ ഭഗവാൻ എന്താ പറയണ അല്ലെ? എന്താണ് അങ്ങനെയുള്ള ആൾക്കാരെ പോലെ എന്നൊക്കെ പറഞ്ഞിട്ട് വാമനദേവന് ഇഷ്ടമുള്ളത് പറയുന്നുണ്ട്. മനസ്സിലായി? ഒരു ചവിട്ടി താഴ്ത്തുന്ന ആളാണെന്നൊക്കെയുള്ള രീതിയിൽ. പക്ഷെ അവിടെ ഇന്ദ്രനല്ല അനുഗ്രഹം കിട്ടിയേക്കണ്. അനുഗ്രഹം കിട്ടിയവർക്ക് ആർക്കാണ്? മഹാബലിക്കാണ് അല്ലെ? ബലി ചക്രവർത്തി പറഞ്ഞ മഹാനായ ഒരു ഭക്തനാണ് അദ്ദേഹത്തിന്. പക്ഷെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഗുരുവിന്റെ അസോസിയേഷൻ കാരണം തെറ്റായ മാർഗത്തിൽ പോയി. ഈ ശുക്രാചാര്യർ എന്ന് പറഞ്ഞൊരു വ്യക്തി ഉണ്ടല്ലോ അല്ലേ, അദ്ദേഹം അസുര ഗുരു എപ്പോഴും തെറ്റായ രീതിയിൽ തന്റെ ശിഷ്യന്മാരെ നയിക്കുള്ളൂ അല്ലേ. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാനായിട്ട് പഠിപ്പിച്ചു കൊടുക്കില്ല. ദേവേന്ദ്രന്റെ സിംഹാസനം നീ അടക്കി പിടിക്കണം, അവരോട് യുദ്ധം ചെയ്യണം, ഇവരോട് യുദ്ധം ചെയ്യണം എന്ന് പറഞ്ഞു കൊടുക്കും. ഇവിടെ ഓൾറെഡി നമ്മുടെ ബലി മഹാരാജാവിന് ഒരു രാജ്യവും സമ്പത്തും ധാരാളം ഉണ്ട്, സുഖിക്കാൻ പത്നിമാരും ഒക്കെ. ഇത് കൂടാതെ പിന്നെ ദേവേന്ദ്രനോട് വഴക്കുണ്ടാക്കിപ്പിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? അപ്പൊ ശുക്രാചാര്യ പറയും നീ ദേവന്മാരോട് യുദ്ധം ചെയ്ത് അത് കീഴടക്കണം, ത്രിലോകാധിപതി ആവണമെന്ന് പറയും അല്ലേ. നമുക്ക് നമ്മൾ ചെയ്ത മുൻജന്മ കർമ്മ അനുസരിച്ചാണ് ഓരോ പൊസിഷൻ കിട്ടുന്നത്. അതിലങ്ങോട്ട് തൃപ്തിപ്പെടുന്നതിന് പകരം മറ്റുള്ളവരെ തട്ടിയെടുക്കാൻ നോക്കുമ്പോൾ എന്ത് ചെയ്യും? ഇവിടെ വാമനമൂർത്തിയായിട്ട് ഭഗവാൻ വന്ന് നമ്മളെ തന്നെ നശിപ്പിക്കും. അപ്പോൾ അതാണ് ഇവിടെ ഉണ്ടായത് അല്ലേ. ദേവേന്ദ്രനായിട്ട് വഴക്കുണ്ടാക്കി ദേവേന്ദ്രന്റെ ആ സിംഹാസനം ഇവർ പിടിച്ചെടുത്തോടുകൂടി ദേവേന്ദ്രന്റെ അമ്മ അതിഥി ദേവി പ്രാർത്ഥിക്കാൻ തുടങ്ങി. ദേവേന്ദ്രന്റെ അമ്മയുടെ കാതിലെ കമ്മലൊക്കെ കൊണ്ടുവരുന്ന പറയണത് ബലി മഹാരാജാവ്. ജയസാക്ഷി പ്രഭുവിന്റെ ക്ലാസ്സിൽ ഞാൻ കേട്ടത്. അപ്പോൾ അതിഥി ദേവി പ്രാർത്ഥിച്ചിട്ട് പയോവ്രതം അനുഷ്ഠിക്കും. ഇനി ഭഗവാനെ ഉണ്ണിയായിട്ട് കിട്ടാനുള്ള ഒരു ഐഡിയ ഉണ്ട് കേട്ടോ. 41 ദിവസം പാല് മാത്രം കുടിച്ചിട്ട് എടുക്കണ വ്രതമാണ് പയോവ്രതം. എത്ര ദിവസം? 41 ദിവസം പാല് മാത്രം ആഹാരമാക്കുക. ഇത് ഭഗവാൻ വിഷ്ണു മകനായിട്ട് പറക്കണം എന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ആ വയറ്റിൽ ആരെ വരിക? കൃഷ്ണ ഭഗവാൻ തന്നെ ഉണ്ണിയായിട്ട് വരും. ഇവിടെ അതായിരുന്നു നമ്മുടെ അതിഥി ദേവി പ്രാർത്ഥിച്ചത്. ഭഗവാനെ നീ തന്നെ മകനായിട്ട് എനിക്ക് പറക്കണം എന്ന് പറയും. എന്നിട്ട് എന്ത് ചെയ്യണം? എൻ്റെ ദേവേന്ദ്രന്റെ രാജ്യം തിരിച്ചു വാങ്ങിച്ചു കൊടുക്കണം, അസുര രാജാവ് ബലിയെ പകരം ചോദിക്കണം എന്നാണ് ആരുടെ ആഗ്രഹം? അതിഥി ദേവിയുടെ ആഗ്രഹം. അങ്ങനെ അതിഥി മാതാവ് തപസ് അനുഷ്ഠിച്ച് 41 ദിവസം പയോവ്രതം എടുത്ത് ഭഗവാൻ ഉപേന്ദ്രൻ, ഇന്ദ്രന്റെ സഹോദരനായിട്ട് ജനിച്ചുകൊണ്ടാണ് ഉപേന്ദ്രൻ എന്ന് പേര് വന്നത്. അദ്ദേഹം വാമനമൂർത്തിയായിട്ടാണ് അല്ലെ അവതരിക്കുന്നത്. അതിതേജസ്വിയായിട്ടുള്ള ബാലനായിട്ട് വരികയാണ്. ആരുടെ അടുത്തേക്ക് വരണത്? ബലി ചക്രവർത്തി യാഗം ചെയ്യണം. 99ാമത്തെ അശ്വമേധ യാഗം നടത്തുമ്പോൾ അത് കഴിഞ്ഞ് ഇന്ദ്രപദവി ഉറപ്പാണ്. ആ സമയത്താണ് ആര് വരുന്നത്? ഒരു ഓലക്കോടയും ജോഡിയുടെ ഒരു ഉണ്ണി നല്ല ചുള്ളനായിട്ട് ഇങ്ങനെ വരികയാണ് അല്ലെ. സൂര്യപ്രകാശം ഇങ്ങനെ അടുത്തേക്ക് വരുന്ന പോലെയാണ് ആര് വരുന്നത്? നമ്മുടെ അല്ലെ വാമനമൂർത്തി വരുന്നത്. ഇത് കണ്ടു കഴിഞ്ഞാൽ ബലി മഹാരാജാവിന് കണ്ണെടുക്കാനേ തോന്നില്ലേ അല്ലെ. ഒരു ബ്രാഹ്മണകുമാരെ വരും, നിനക്ക് എന്താ വേണ്ട? എനിക്ക് ഒന്നും വേണ്ട, ആദ്യം എനിക്ക് ഒന്നും വേണ്ട രാജാവ്. അല്ല എന്തെങ്കിലും ചോദിക്കും, ഉണ്ണിനെ കണ്ട് എന്തെങ്കിലും കൊടുക്കാൻ തോന്നാണേ, എന്തെങ്കിലും ചോദിക്കും, എനിക്ക് ഒന്നും വേണ്ട, നിർബന്ധം, ഞാൻ ഒരു ബ്രാഹ്മണനാണേ, എനിക്കൊരു ആവശ്യമില്ല എന്ന് പറയും. എന്നാലും എന്തെങ്കിലും ചോദിക്കൂ, നിർബന്ധപൂർവ്വം ചോദിച്ചപ്പോൾ എനിക്കൊരു 3 അടി മണ്ണ് മതി, അത്ര അത്യാവശ്യമാണ് അങ്ങനെയെങ്കിൽ.
മൂന്നടി മണ്ണാക്കി അവൻ ത്രിലോകാധിപതിയാണ് ഞാൻ എന്ന് പറയാണ്. ഇപ്പൊ രാവണമൂർത്തി ചിരിക്കണ ത്രിലോകാധിപതിയാണ് ഞാൻ അല്ലേ, എന്റെ അടുത്ത് നീ നിസ്സാരമായി 3 അടി മണ്ണാണോ ചോദിക്കണേ, ശരി നിനക്ക് അതേ വേണ്ടെങ്കിൽ അത് മതി ശരി എന്ന് പറയും. ഞാൻ വളരെ തൃപ്തനാണ്, അങ്ങ് ത്രിലോകാധിപതിയായിട്ട് എന്താ കാര്യം, അങ്ങ് അത് പോരാണ്ടല്ലേ പിന്നെയും അങ്ങ് തൃപ്തനല്ലല്ലോ എന്ന് പറയുമ്പോൾ ഭയങ്കര ആശ്ചര്യം തോന്നും ബലി മഹാരാജാവിന്. ഇതെന്താ പറയണത്, സത്യമാണല്ലോ പറയണത് അല്ലേ, അങ്ങയുടെ പണത്തിന് തൃപ്തിയില്ലല്ലോ, അതുകൊണ്ടല്ലേ പിന്നെയും ദേവലോകം പിടിച്ചെടുക്കാൻ നോക്കണം. പക്ഷെ ഞാൻ വളരെ തൃപ്തനാണ്, എനിക്ക് ഒന്നും വേണ്ട എന്ന് പറയും. അങ്ങനെയുള്ള സംസാരങ്ങൾ, നല്ല രസകരമായ സംസാരം ഭാഗവതത്തിലുണ്ട് കേട്ടോ, നല്ല രസമാണ്. അതൊക്കെ നമുക്ക് വരുന്നേ ഉള്ളൂ. അപ്പൊ അങ്ങനെ അവസാനം ഈ സമ്മതിച്ചു, ദാനം കൊടുക്കാൻ സമ്മതിച്ച് വാഗ്ദാനം കൊടുത്തു വെള്ളം ഇട്ടിട്ട്. അപ്പോഴാണ് ശുക്രാചാര്യക്കൊരു സംശയം, ഈ തേജസ് കണ്ടപ്പോഴെന്നെ ശുക്രാചാര്യക്കൊരു സംശയം, ഇത് ആരാണാവോന്ന് ആലോചിച്ചു. നേരം ധ്യാനത്തിൽ നിന്നപ്പോൾ മനസ്സിലായി ഇത് വിഷ്ണുവാണ്. അശ്വ രാജൻ വെള്ളം കൊടുക്കരുത്, ഇത് വിഷ്ണുവാണ് അങ്ങേ നശിപ്പിക്കുന്നു പറയും. ഇല്ല, അപ്പോ ബലി മഹാരാജ് പറയും സാക്ഷാൽ വിഷ്ണു ആണെന്ന് തന്നെ ഇരിക്കട്ടെ, അദ്ദേഹം എന്നെ നശിപ്പിക്കാൻ വന്നാന്നിരിക്കട്ടെ, അദ്ദേഹത്തിന്റെ മുന്നിൽ കീഴടങ്ങുന്നതിൽ എനിക്ക് യാതൊരു വിഷമവുമില്ല, എനിക്ക് എന്റെ വാഗ്ദാനം പാലിച്ചേ പറ്റുള്ളൂ എന്ന് ബലി മഹാരാജ പറയും. അങ്ങനെ ശുക്രാചാര്യ ശപിക്കും, നിന്റെ ഐശ്വര്യമൊക്കെ പോട്ടെ എന്ന്, എന്നാലും കുഴപ്പമില്ലാന്ന്. അതാണ് ഭക്തന്റെ ക്വാളിറ്റി കണ്ട. ഇനി ഭഗവാൻ വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ എനിക്ക് എന്ത് ശാപം കിട്ടിയാലും കുഴപ്പമില്ല, ആരെന്നെ തല്ലിക്കൊന്നാലും കുഴപ്പമില്ല എന്നുള്ളത് പോലെയാണ് അവരുടെ ലെവല്. ഐശ്വര്യം മുഴുവൻ പോവാണ് ഇപ്പോ ആരുടെ, ബലിയുടെ അല്ലെ കംപ്ലീറ്റ്. കാരണം ശുക്രൻ നമ്മുടെ ജാതകത്തിന് മാറിക്കഴിഞ്ഞാൽ ഐശ്വര്യം മുഴുവൻ പോകുമെന്ന് പറയും. ശുക്രനാണ് നമുക്ക് ഐശ്വര്യം കൊണ്ടുവരുന്നത്. ആ ശുക്രാചാര്യരാണ് ഐശ്വര്യം മുഴുവൻ കൊടുത്തിരുന്ന ആർക്ക്, ബലി ചക്രവർത്തിക്ക്. അപ്പൊ ശുക്രാചാര്യ ശപിച്ചിട്ട് മാറുകയാണ് അവന്റെ, കാരണം ഗുരു പറഞ്ഞ കേട്ടില്ലല്ലോ, ഉടൻ മാറണം. പക്ഷെ അതൊന്നും ഇവിടെ പ്രശ്നമല്ല അല്ലെ. അതായത് ഈശ്വരനെതിരെ നിൽക്കാൻ ഒരു ഗുരു പറഞ്ഞ ആ ഗുരുവിനെ നമുക്ക് റിജക്റ്റ് ചെയ്യാം. ഏത് ഗുരുവിനെയാണ് നമ്മൾ റിജക്റ്റ് ചെയ്യേണ്ടത്? ഒരു ഗുരു പറയാണ് നീ ഈശ്വരനെ സമർപ്പിക്കരുത് എന്നൊരു ഗുരു പറയുകയാണെങ്കിൽ എന്ത് ചെയ്യാ, ആ ഗുരുവിനെ ഉടൻ തന്നെ നമുക്ക് വേണ്ടാന്ന് വെക്കാനുള്ള അധികാരമുണ്ട്. ഇവിടെ ഉടൻ തന്നെ ബലി മഹാരാജാവ്. അതാണ് പ്രഹ്ലാദന്റെ പേരക്കുട്ടിയുടെ പ്രത്യേകത അല്ലെ. ഭക്ത പ്രഹ്ലാദന്റെ പരമ്പരയാണ്, അതുകൊണ്ടാണ് അത് ചെയ്തത് അല്ലെ. ഈശ്വരൻ വന്നപ്പോ അവന്റെ എല്ലാ ആസുര സ്വഭാവവും മാറ്റിവെച്ചു. എന്ത് ചെയ്തു, ഗുരുവിനെ പോലും വേണ്ട വെച്ചു, എനിക്ക് ഇനി ഒന്നും വേണ്ട അല്ലെ, ഇനി അദ്ദേഹം എന്തുവേണേ ചെയ്തോട്ടെ, ഇനി എന്നെ കൊന്നാലും കുഴപ്പമില്ല എന്നുള്ള അവസ്ഥയിലാണ് അദ്ദേഹം നിൽക്കുന്നത്. അങ്ങനെ സറണ്ടർ ചെയ്യണം. അപ്പോഴാണ് നമ്മുടെ വാമനമൂർത്തിയിലെ ഒരു അടി കൊണ്ട് ഭൂമിയും പാതാളം മുഴുവൻ അളന്നു, രണ്ടാമത്തെ അടി കൊണ്ട് സ്വർഗ്ഗലോകം ഒക്കെ അളന്നു കഴിഞ്ഞു, മൂന്നാമത്തെ അടി വെക്കാൻ ത്രിലോകത്തിലെ ഒന്നുമില്ല. അങ്ങനെ വളർന്നു വാമനമൂർത്തി. അപ്പോ ബലിമാരാജ് ചിരിച്ചുകൊണ്ട് അവരെല്ലാം മനസ്സിലായി അല്ലെ, എന്റെ തലയിൽ വെച്ചോളൂ അവിടുത്തെ അവസാനത്തെ അല്ലെ. അങ്ങനെ ഈ സംഭവം ഒന്നും ഇവർക്ക് അറിയില്ല. ഇതിന് പറയുന്ന ആൾക്കാർക്ക്, വാമനന്മാര് ചവിട്ടിത്തള്ളണമെന്ന് പറയുന്ന ആൾക്കാർക്ക് എന്താണ് ഈ ഭക്തൻ അനുഭവിക്കുന്ന ആനന്ദം അല്ലെ. എന്റെ തലയില് ഭഗവാന്റെ കാല് വരാൻ പോവാണ് അല്ലെ, ഇതിലും വലിയൊരു ആനന്ദം എനിക്കില്ല എന്ന് പറഞ്ഞിട്ട് അത്രയും മനോഹരമായിട്ട് സന്തോഷമായിട്ട് എല്ലാം കീഴടക്കിയ ഭാവത്തിലെ മൂപ്പര് താഴ്ത്തിരിക്കണേ അല്ലെ. ദേവേന്ദ്രന്റെ വിചാരം എനിക്ക് ദേവലോകം കിട്ടിയെന്ന്, ഇദ്ദേഹത്തിന്റെ വിചാരം എന്ത് പണി എടുത്തോ, എനിക്ക് എന്റെ കൃഷ്ണനെ കിട്ടിയില്ലേ. അതായത് ദേവേന്ദ്ര നീ എന്റെ ലോകം എല്ലാതും എടുത്തോ എന്നാണ് ആരുടെ വിചാരം, ബലിയുടെ വിചാരം അല്ലെ. എനിക്ക് ആരെ കിട്ടിയത്, സാക്ഷാൽ വാമനമൂർത്തിനെ കിട്ടിയത്. നമ്മൾ ഓണത്തിന് തൃക്കാക്കരപ്പൻ ആരാണ്, ഈ വാമനമൂർത്തിനെയാണ് വെക്കണത്. അപ്പൊ അദ്ദേഹത്തിനാണ് കിട്ടിയത് അല്ലെ. അപ്പൊ അങ്ങനെ അദ്ദേഹം സുതലം എന്നുള്ള ലോകത്തിലേക്ക് താഴേക്ക് കൊണ്ടുപോയിട്ട്, സുതലത്തില് ഭഗവാൻ തന്നെ വിഷ്ണു കാവൽ നിൽക്കും. ഈ വിഷ്ണു പോയിട്ട് അദ്ദേഹത്തിന്റെ ലോകത്തിൽ കാവൽക്കാരനായിട്ട് നിൽക്കുന്നവർ, ഭഗവാനെ കാവൽക്കാരനായിട്ട് പിടിച്ചു നിർത്തി ഭക്തൻ. മനസ്സിലായ, ദേവേന്ദ്രന്റെ എവിടെ കാവലായിട്ട് ഇരിക്കണ ഭഗവാൻ, ദേവേന്ദ്രന് വേണ്ടാണ് അവതരിച്ചത് ഉപേന്ദ്രനായിട്ട്. ഈ പാരിജാത പുഷ്പത്തിന്റെ കഥ പറഞ്ഞ പോലെയാണ് ഭഗവാൻ. രുക്മിണി സത്യഭാമയും കൂടി വഴക്കുണ്ടാകും അല്ലെ. രുക്മിണിയുടെ തലയിൽ പാരിജാതം കണ്ടപ്പോ സത്യഭാമ പറഞ്ഞു എനിക്ക് പാരിജാത വൃക്ഷം തന്നെ വേണമെന്ന്. ഭഗവാൻ ചിരിച്ചിട്ട് വന്നു, ശരി പറഞ്ഞു, വൃക്ഷം കൊണ്ടുവന്നു. എന്നിട്ട് വൃക്ഷം പറഞ്ഞ എന്റെ ഇവിടെ നടാൻ പറയും. പാരിജാത വൃക്ഷം ആരുടെ, സത്യഭാമയുടെ വീട്ടില് മുറ്റത്ത് നടും. പൂക്കളം മുഴുവൻ ആരൊക്കെ പോണ, രുക്മിണിക്ക് പൂക്കളം മുഴുവൻ അങ്ങോട്ട് വീഴും അല്ലെ. ഇവർ രണ്ടുപേരും കൊട്ടാരം അടുത്തടുത്താണ്. അത് ഭഗവാൻ ഉള്ളിൽ ചിരിച്ചോണ്ട് ഓരോന്ന് ചെയ്യണേ അല്ലെ. ദേവേന്ദ്രൻ വിചാരിക്കും, വാമനമൂർത്തി എന്റെ സഹോദരനായിട്ട് വന്നിട്ട് ബലിനെ തോൽപ്പിച്ച് എനിക്കെല്ലാം നേടിയെടുത്തു അല്ലെ. പക്ഷെ ഇവിടെ തിരിച്ചാ സംഭവിക്കണം അല്ലെ. ഈ അപ്പൊ സത്യഭാമയുടെ വിചാരം എന്താ, എന്റെ ഭർത്താവ് എനിക്ക് വേണ്ടിയിട്ട് എന്ത് കൊണ്ടുവന്നു, പാരിജാത വൃക്ഷം കൊണ്ടുവന്നു. പൂക്കൾ എവിടേക്കാ പോണത്, രുക്മിണിയുടെ അടുത്തേക്ക് അല്ലെ. അതാണ് അവിടുത്തെ രസം. അങ്ങനെയാണ് ഇവിടെ ബലി മഹാരാജാവിനാണ് ശരിക്കും അനുഗ്രഹം കിട്ടിയത്, ഭഗവാന്റെ ഭക്തി കിട്ടിയത് അല്ലെ. ഭൗതിക അനുഗ്രഹം ആർക്ക് കിട്ടി, ദേവേന്ദ്ര കിട്ടി. ഭൗതികം ഒന്നും പറയാൻ പറ്റില്ല, സുതലത്തിലെ ഭൗതിക അനുഗ്രഹം ഈ ത്രിലോകത്തിലേക്കും വലുതാന്നാ പറയുന്നത്. അത്രയധികം ഭൗതികമായിട്ടുള്ള ആനന്ദമാണ് സുതലത്തിലുള്ളത്. അതും നമുക്ക് അറിയില്ലല്ലോ അതിനെ കുറിച്ചൊന്നും.
ഇനി അങ്ങനെ അതിനെക്കുറിച്ച് പറഞ്ഞു അല്ലേ, പണ്ട് കാര്യം പറഞ്ഞു. അടുത്ത ഹംസ അവതാരം. അപ്പൊ നമ്മൾ വാമന അവതാരം പറഞ്ഞു, ഇനി ഹംസ അവതാരം ഉണ്ടായി. ഭഗവാൻ തന്റെ ഹംസ അവതാരത്തിൽ നാരദ മഹർഷിക്ക് ഭഗവത് ശാസ്ത്രത്തെക്കുറിച്ചും അദ്ദേഹത്തിന്റെ അതീന്ദ്രിയ പ്രേമയുധ സേവനത്തെക്കുറിച്ചും ഭക്തിയുധ സേവനത്തെക്കുറിച്ചുള്ള സമ്പൂർണ്ണ ജ്ഞാനം കൊടുത്തു. ഈ ഹംസ അവതാരം ആർക്ക് വേണ്ടിട്ടാ വന്നു വെച്ചാൽ നാരദ മഹർഷിക്ക് വേണ്ടിട്ടാ വന്നത്. നാരദ മഹർഷിയുടെ ഭക്തിയിൽ സംപ്രീതനായിട്ട് ഭഗവാൻ ഹംസ അവതാര രൂപം എടുത്തിട്ട് ഭഗവാനെ കുറിച്ചും ഭക്തിയുധ സേവനത്തെക്കുറിച്ചും പ്രേമഭക്തിയെക്കുറിച്ചൊക്കെ ജ്ഞാനം കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി അടുത്തത് മറ്റു അവതാരങ്ങൾ ഭഗവാൻ മനുവംശജനായി അവതരിക്കുകയും അദ്ദേഹത്തിന്റെ സുദർശന ചക്രത്താൽ ദുഷ്ടന്മാരായ രാജാക്കന്മാരെ കീഴ്പ്പെടുത്തുകയും ചെയ്തു. അങ്ങനെ ഈ മനുക്കന്മാരായിട്ട് വരുന്നൊക്കെ ആരാണ്? ഭഗവാൻ തന്നെയാണ്. അപ്പൊ ബ്രഹ്മാവിന്റെ ഒരു ദിവസത്തിൽ തന്നെ 14 മനുക്കൾ വരുന്നെന്ന് പറഞ്ഞു അല്ലെ. ഇതെല്ലാം ഭഗവാന്റെ അവതാരങ്ങളാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു 5,04,000 മനുക്കളാണ് ബ്രഹ്മാവിന്റെ 100 വർഷത്തില് വരുന്നത്. അവര് മുഴുവൻ മന്വന്തര അവതാരങ്ങളാണ്. ഇതൊക്കെ അവതാരമാണ്. അപ്പൊ അവതാരം എന്ന് പറഞ്ഞാൽ നമുക്ക് 10 ഒതുക്കാൻ പറ്റുമോ? എത്ര അവതാരങ്ങൾ ഇപ്പൊ നമ്മൾ പറഞ്ഞത് അല്ലേ. ഇനി അടുത്ത ഭഗവാന്റെ ധന്വന്തരി അവതാരം നമ്മൾ പറഞ്ഞു. അതായത് ആയുർവേദം തന്നെ തുടങ്ങി വെച്ചത് ആരാണ്? ധന്വന്തര മൂർത്തിയാണ്. ഔഷധങ്ങൾ കണ്ടുപിടിച്ചതും ആയുർവേദ ആചാര്യനായിട്ട് അല്ലെ, ആയുർവേദ ശാസ്ത്രം കൊണ്ടുവന്നതാരാണ്? ധന്വന്തര മൂർത്തിയാണ്. അപ്പൊ അസുഖം നമുക്ക് വരുമ്പോൾ ധന്വന്തരി മന്ത്രം ചൊല്ലിക്കഴിഞ്ഞാൽ പെട്ടെന്ന് മാറുന്ന പറയും. ധന്വന്തരി മൂർത്തിയാണ് അസുഖത്തിന്റെ നമ്മുടെ ഡോക്ടറാണ്. ആര്? ധന്വന്തര മൂർത്തി അല്ലെ. അതുകൊണ്ട് തന്നെ ധന്വന്തരിയുടെ മന്ത്രം ഉണ്ട്, അത് നമ്മൾ ചൊല്ലാം വയ്യാതെ. ആ മന്ത്രം ഗുരുമഹാരാജ് വെയ്യാണ്ടവരോടൊക്കെ ചൊല്ലാൻ പറഞ്ഞിരുന്നു, ആ ധന്വന്തരി മന്ത്രം. അപ്പൊ അത് നമ്മൾ യൂട്യൂബിലൊക്കെ നോക്കിയാൽ കിട്ടും കേട്ടോ, എനിക്ക് കാണാതെ അറിയില്ല. അപ്പൊ ധന്വന്തരി മന്ത്രം ചൊല്ലിയാൽ നല്ലതാണ്. ഇനി അടുത്തത് പരശുരാമ അവതാരം. ഈ ക്ഷത്രിയ രാജാക്കന്മാരെല്ലാവരും പരമസത്യത്തിനനുസരിച്ച് പ്രജകളെ ഭരിക്കാൻ ഉദ്ദേശിച്ചുള്ളവരാണ് ഈ ക്ഷത്രിയ രാജാക്കന്മാർ. അവര് പരമസത്യത്തിൽ നിന്ന് വ്യതിചലിച്ച് വേണ്ടാത്ത രീതിയിൽ പോയപ്പോൾ പരശുരാമൻ എന്ത് ചെയ്തു? അവതരിച്ചിട്ട് ഈ ക്ഷത്രിയ രാജാക്കന്മാരെ മുഴുവൻ തന്റെ മഴ കൊണ്ട് വധിക്കും. 21 ക്ഷത്രിയ തലമുറകളെ വധിക്കും എന്ന് പറയും. ഇവര് തെറ്റായ മാർഗത്തിലൂടെ പോയപ്പോഴാണ് ഇങ്ങനെ ചെയ്തത്. ആര്? പരശുരാമൻ. അതാണ് പരശുരാമ അവതാരം. അടുത്ത ശ്രീരാമ അവതാരം നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ. ശ്രീരാമ അവതാരത്തെ കുറിച്ച് കേരളത്തിൽ അറിയാത്തവരാരുമില്ല. ദശരഥപുത്രനായിട്ട് പരമദിവ്യോത്തമ പുരുഷന്റെ പൂർണ്ണ വിസ്തരണമായിട്ടാണ് ഈ ശ്രീരാമ അവതാരം വരുന്നത്. അദ്ദേഹം സീതയുടെ നാഥനായിട്ടാണ് വരുന്നത്. മഹാരാജ ഇക്ഷ്വാകുവിന്റെ വംശത്തിൽ അവതരിച്ചു. പിന്നീട് പിതാവ് ദശരഥന്റെ ആജ്ഞയാൽ പത്നിയോടും പിന്നെ ലക്ഷ്മണനോടും അനുജനോടൊപ്പം കാട്ടിൽ 14 വർഷം താമസിച്ചു. പിന്നെ അദ്ദേഹം ആരെ വധിച്ചു? രാവണനെ വധിച്ചു അല്ലെ. ദശമുഖനായിട്ടുള്ള ഭൗതികമായി അതിപ്രബലനായിട്ടുള്ള ആ ദശമുഖനായിട്ടുള്ള രാവണൻ അദ്ദേഹത്തിന്റെ പത്നിയോട് അപരാധം ചെയ്തപ്പോൾ അദ്ദേഹം രാവണനെ വധിച്ചു. ഇനി ശ്രീരാമനും അനുജന്മാരെന്ന് പറഞ്ഞ വിഷ്ണു തത്വങ്ങളാണ്. ശ്രീരാമൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാസുദേവന്റെ അവതാരമാണ്. ലക്ഷ്മണൻ സംഘർഷണന്റെ അവതാരമാണ്. ഭരതൻ പ്രദ്യുമ്നന്റെ അവതാരമാണ്. ശത്രുഘ്നൻ അനിരുദ്ധന്റെ അവരാണ്. അപ്പൊ വാസുദേവൻ, സംഘർഷൻ, പ്രദ്യുമ്നൻ, അനിരുദ്ധൻ ഈ 4 പേര് ചതുർവ്യൂഹങ്ങളാണ്. ചതുർവ്യൂഹം വിഷ്ണുമൂർത്തികളാണ്, വിഷ്ണു തത്വങ്ങൾ. ഈ 4 വിഷ്ണുമൂർത്തികളുടെ വിസ്തരണമാണ് ആരാണ്? രാമ, ലക്ഷ്മണ, ഭരത, ശത്രുഘ്നന്മാർ അതായത് ഇവർ വിഷ്ണു തത്വങ്ങളാണ്. പിന്നെ സീതാദേവി സാക്ഷാൽ ലക്ഷ്മി ദേവിയുടെ അവതാരമാണ്. അപ്പൊ ഈ അവതാരങ്ങളൊക്കെ മനസ്സിലായി. ശ്രീരാമചന്ദ്രൻ ഭഗവാൻ ഷഡ്വിഭൂതികളും സമ്പൂർണമായുള്ള പൂർണ്ണ അവതാരമാണ്. ആകയാൽ ഭഗവാനെ കളേശൻ എന്ന് വർണ്ണിച്ചിരിക്കുന്നു. ഈ ശ്രീരാമചന്ദ്രന്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം കൃഷ്ണനെ പോലെ തന്നെ ഷഡ്വിഭൂതികളോട് കൂടിയിട്ടാണ്. 6 ഗുണങ്ങളും പൂർണ്ണമായി തികഞ്ഞ ആളാണ് ശ്രീരാമചന്ദ്രൻ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെ കളേശൻ എന്നാണ് ഇവിടെ വർണ്ണിക്കുന്നത്. ഇനി കഴിയാറായിട്ടാ. ഇനി ഒരു ജീവസത്ത എത്ര തന്നെ പ്രബലനായിരുന്നാലും എന്താ പറയുന്നത്, ഭഗവാൻ അപരാധി എന്ന് വിധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവനെ രക്ഷപ്പെടുത്താൻ ആർക്കൊക്കെ സാധിക്കില്ല എന്നാണ് ഈ രാവണന്റെ കഥയിലൂടെയാണ് ഈ പറയണത് അല്ലേ. ഭഗവാൻ അപരാധിയായിട്ട് ഒരാളെ കരുതി വിചാരിച്ചു കഴിഞ്ഞാൽ അവരെ ആർക്കും രക്ഷപ്പെടുത്താനായിട്ട് പറ്റില്ല. പക്ഷെ എത്ര ദുർബലനായാലും ഭഗവാൻ അയാളെ ഉയർത്താൻ വിചാരിച്ചാൽ അദ്ദേഹം ഉയരുക തന്നെ ചെയ്യും. ഇതൊരു പോയിന്റാണ്. ഇനി കൃഷ്ണ ബലരാമന്മാരുടെ അവതാരമാണ് പറയണത് കേട്ടാ. ഇനി അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പറയണത് സംഭവിക്കും എന്ന് പറയുന്നത് ദ്വാപര യുഗത്തിലാണ് എഴുതിയത്. കലിയുഗത്തിലെ അവതാരങ്ങളൊക്കെ സംഭവിക്കുന്നതാണ് ഇതിൽ എഴുതിയത്. അതായത് കൃഷ്ണ ബലരാമന്മാർ എങ്ങനെ വന്ന് മനോഹരമായ കാർക്കൂന്തലോടുകൂടി തന്റെ മൂലസ്വരൂപത്തിൽ ആദ്യ രൂപത്തിൽ വന്നിട്ടുള്ളതാണ് കൃഷ്ണനും ബലരാമനും. ഏറ്റവും പ്രായമുള്ള വ്യക്തിയാണെങ്കിലും നവയൗവനത്തിൽ 16 വയസ്സ് പ്രായത്തിലാണ് ഈ ബാലന്മാരുടെ രൂപത്തിലാണ് കൃഷ്ണ ബലരാമന്മാർ നിൽക്കുന്നത്. ഇനി ഭഗവാന്റെ അത്ഭുത കർമ്മങ്ങളാണ് പിന്നെ പറയുന്നത്. കൃഷ്ണന്റെ അമ്മയുടെ മടിയിൽ കിടക്കുമ്പോൾ തന്നെ പൂതനയെ വധിച്ചു. 3 മാസം പ്രായമുള്ളപ്പോൾ ശകടാസുരനെ വധിച്ചു. പിന്നെന്താണ്, മുട്ടിലഴിഞ്ഞ് നടക്കുമ്പോൾ തന്നെ അർജുന വൃക്ഷങ്ങൾ അല്ലെ, മാനമുട്ടയിൽ നിൽക്കുന്ന അർജുന വൃക്ഷങ്ങളെ പിഴുതെടുത്ത് നശിപ്പിച്ചു. പിന്നെ കാളിയനെ
കാളിയനെ വധിച്ചു. വധിച്ചില്ലേ, കാളിയനെ ശിക്ഷിച്ചു. പിന്നെ കാട്ടുതീയിൽ നിന്ന് കാട്ടുതീനെ വിഴുങ്ങിയിട്ട് എല്ലാവരെയും ഭഗവാൻ രക്ഷിച്ചു. പിന്നെന്താ ഉണ്ടായത്? വ്യോമാസുരൻ നിന്ന് തൻ്റെ കൂട്ടുകാരെയൊക്കെ വ്യോമാസുരൻ പോയിട്ട് എടുത്തുകൊണ്ട് പോയിട്ട് ആടിനെ പോലെയൊക്കെ കളിച്ചിട്ട് കളിയിലെ ഇദ്ദേഹം ഒരു ബാലനായിട്ട് വേഷത്തിൽ വന്നു വ്യോമാസുരൻ. എന്നിട്ട് ഈ കുട്ടികളെയൊക്കെ തട്ടിക്കൊണ്ടുപോയി ഒരു ഗുഹയിൽ അടച്ചു വെക്കും. ആ ഗുഹയിൽ നിന്ന് രക്ഷപ്പെടുത്തുവാര് ഭഗവാൻ വ്യോമാസുരനിൽ നിന്ന് രക്ഷപ്പെടുത്തും. പിന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വൃന്ദാവനവാസികൾ ഇങ്ങനെ കിടന്നുറങ്ങുമ്പോൾ തന്നെ ആത്മീയ ആകാശത്തേക്ക് രാത്രി തന്നെ കൊണ്ടുപോകും. എന്നെ മുഴുവൻ ഗോലോകത്തിലേക്ക് ഉറക്കത്തിൽ കൊണ്ടുപോകും വ്രജവാസികളെ മുഴുവൻ. അതൊക്കെ ഭഗവാനല്ലേ പറ്റുള്ളൂ. ഇനി 7 വയസ്സുള്ള സമയത്ത് ഗോവർദ്ധന ചെറുവിരലുകൊണ്ട് പൊക്കി അദ്ദേഹം ലീലകളാടി. വ്രജകന്യമാരെ 3 കോടി ഗോപികമാരൊത്ത് രാസ ഡാൻസ്, മറ്റ് പത്നിമാർ കംപ്ലീറ്റ് മറ്റ് ഗോപന്മാരുടെ പത്നിമാരായിരുന്നു. ഇവരെ മുഴുവൻ രാത്രി വിളിച്ചുകൊണ്ട് പോയിട്ട് രാസ ഡാൻസ് നടത്തി. ഇതൊക്കെ ചെയ്യാൻ പാടുമോ ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ ചെയ്യാൻ പാടും. അദ്ദേഹത്തിൻ്റെയാണ് എല്ലാവരും അല്ലേ. നമ്മുടെയൊക്കെ ഒന്നും ചെയ്യാൻ പാടില്ല, നമ്മുടെ എല്ലാവരും. പക്ഷെ ഈശ്വരന് ഇതെല്ലാം ചെയ്യാം. കാരണം എല്ലാവരും ഭഗവാന്റെ അംശങ്ങളാണ് അല്ലേ. ഏത് രീതിയിൽ ഭഗവാനെ പ്രാർത്ഥിക്കണം അതേ രീതിയിൽ പ്രതികരിക്കാനുള്ള ശക്തിയും വൈഭവവും ഭഗവാനുണ്ട് അല്ലേ. ഇത് മനുഷ്യനല്ല ചെയ്യണതെല്ലാം ഈശ്വരനാണ്. ഈശ്വരൻ ഗോവർദ്ധനം പൊക്കണുണ്ട്. ഈശ്വരൻ എന്താണ് വരാഹരൂപിയാവുണ്ട് അല്ലെ. ഈശ്വരൻ നരസിംഹരൂപിയാവുണ്ട്. അദ്ദേഹമാണ് രാസഡാൻസ് ചെയ്യണത്. ഈ സാധാരണ മനുഷ്യർ വരാഹരൂപിയൊന്നും ആവണില്ല. അവർക്ക് ഇതൊന്നും ചെയ്യാനും പാടില്ല അല്ലെ. അവര് ഏകപത്നി വ്രതത്തിൽ ഇരിക്കണം, ഉണ്ടാതിരിക്കുക അല്ലേ. ഇനിയിപ്പോ എന്താണ് അടുത്തത്? ശംഖചൂടൻ എന്നുള്ള ഒരു അസുരൻ ഈ വ്രജകന്യകളെ മുഴുവൻ മോഷ്ടിക്കും. അപ്പൊ അദ്ദേഹത്തിനെ വധിക്കും, ശംഖാസുരനെ വധിക്കും. പിന്നെ ഒരുപാട് അസുരന്മാരെ വധിച്ച് നമുക്കറിയില്ലേ. പ്രലംബൻ, ധേനുകാസുരനിലെ ആ പേരുകൾ പറയുന്നുണ്ട്. ബഗാസുരൻ, കേശി, അരിഷ്ടൻ, ചാണൂരൻ, മുഷ്ടികൻ, കുവലയപീഠം, കംസൻ, യവനൻ, നരകാസുരൻ, പൗണ്ഡ്രകൻ, ഇങ്ങനെ ഒരുപാട് അസുരന്മാരെ, ആ അസുരന്മാരുടെ പേര് മുഴുവൻ ഇതിൽ പറയുന്നുണ്ട്. ഇവരെ മുഴുവൻ വധിച്ച് ഭഗവാൻ അസാധാരണമായ കർത്തവ്യങ്ങൾ ഇവിടെ ചെയ്തു. അതായത് അദ്ദേഹം ഈശ്വരനാണ്. അതാണ് അദ്ദേഹം കാണിക്കുന്നത്. ഞാൻ ഈശ്വരനാണ്. സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം പ്രജ, എന്നെ ശരണം പ്രാപിക്കൂ, ഞാൻ ഈശ്വരനാണ് എന്ന് പറഞ്ഞു. ശ്രീരാമൻ പോലും പറയണില്ല. ശ്രീരാമൻ തന്നെ ഈശ്വരൻ തന്നെയായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ ഉദ്ദേശം അതല്ലാത്തതുകൊണ്ട് അദ്ദേഹം ഒന്നും പറയില്ല അല്ലെ. അദ്ദേഹം സാധാരണ മനുഷ്യനെ പോലെയാണ് കാണിക്കുള്ളൂ. എല്ലാം മര്യാദയോടുകൂടി ഒക്കെയാണ് ജീവിക്കുള്ളൂ. പക്ഷെ കൃഷ്ണൻ എല്ലാ മര്യാദയെ ലംഘിച്ചിട്ട് ഞാൻ ആരാണ്, ഞാൻ ഈശ്വരനാണ്, എന്നെ ശരണം പ്രാപിച്ചു എന്ന് പറയും. പിന്നെ അടുത്തത് സ്വയം. പിന്നെ ഭഗവാൻ സത്യവതിയുടെ പുത്രനായിട്ട് വേദവ്യാസനായിട്ട് അവതരിച്ചു. പിന്നീട് അദ്ദേഹം ശ്രീബുദ്ധനായിട്ട് അവതരിക്കും പിന്നീട് പറഞ്ഞ. ഇത് എന്താ പറയാൻ കാരണം, ഇത് എഴുതിയത് ദ്വാപര യുഗത്തിലായതുകൊണ്ട് കലിയുഗത്തിൽ വന്ന അവതാരമൊക്കെ അവതരിക്കും. അഞ്ജനാസുതനായിട്ട് ശ്രീബുദ്ധനായിട്ട് അദ്ദേഹം അവതരിക്കും അല്ലെ. നിരീശ്വരവാദികളെ മുഴുവൻ തന്നെ അടിമപ്പെടുത്തിക്കൊണ്ട് ബുദ്ധൻ അവതരിക്കും. എന്നിട്ട് ബുദ്ധൻ പ്രഭാഷിക്കുന്ന എഴുതിയിട്ടുണ്ട്. ഇനി കലിയുഗ അന്ത്യത്തില് ഭഗവാൻ പരമശാസകനായിട്ട് എന്താണ് കൽക്കിയായിട്ട് അവതരിക്കും. ബ്രഹ്മാവ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അല്ലെ. അനന്ത ശക്തിമാനായ ഭഗവാന്റെ ആവിഷ്കരണങ്ങളെ ആരാളും പറഞ്ഞ് അല്ലെ വർണ്ണിക്കാനാവില്ല. പിന്നെ ആയിരക്കണക്കിന് നാവുള്ള അനന്തന് പോലും ഇത് പറഞ്ഞ് അവസാനിപ്പിക്കാനാവില്ല എന്നാണ് പറയണത്. ഈ ബ്രഹ്മാവിന് പറഞ്ഞിട്ടൊന്നും എവിടെ എത്തണില്ല. അതാണ് പറയണത്. അവസാനം ഇങ്ങനെ പറഞ്ഞു വെക്കുകയാണ് അല്ലെ. അനന്തനെ പോലും ഇത് ഭഗവാന്റെ മഹത്വങ്ങളോ അവതാരങ്ങളോ പറഞ്ഞ് തീർക്കാനായിട്ട് സാധിക്കില്ല. പരമപുരുഷനെ കുറിച്ച് പൂർണ്ണമായിട്ട് ആർക്കും തന്നെ വർണ്ണിക്കാൻ പറ്റില്ല. എന്നാൽ ഇനി ആർക്ക് പറ്റും, എന്തെങ്കിലും ഒന്ന് പറ്റും. ഭഗവത് സേവനത്തിന് ഈ പോയിന്റ് നമുക്കിലാണ്. ഭഗവാന്റെ സേവനത്തിന് സർവാത്മന സമർപ്പിക്കുക വഴി പരമോന്നത ഭഗവാന്റെ സവിശേഷ പ്രീതിക്ക് നമ്മൾ പാത്രമാകും. നമുക്ക് ആർക്കും മായയെ തരണം ചെയ്യാൻ പറ്റില്ല, നമുക്ക് മായയെ തരണം ചെയ്യാൻ പറ്റും. എങ്ങനെ? ഭഗവാന്റെ ചരണം പ്രാപിച്ചിട്ട് ഭഗവാന്റെ ഭക്തിയുത സേവനം ചെയ്യുന്നവർക്ക് മായയെ നിഷ്പ്രയാസം തരണം ചെയ്യാനുള്ള ശക്തി ഭഗവാൻ നമുക്ക് തരും അല്ലേ. പിന്നീട് നാരദൻ ഭഗവാന്റെ ശക്തികളെ കുറിച്ച് പൂർണ്ണമായിട്ടുള്ള അറിവിനെ കുറിച്ച് ആർക്കൊക്കെയാണ് അറിയാന്ന് പറഞ്ഞു. ഈ 12 മഹാജനങ്ങൾക്കല്ലേ, ശിവൻ, ബ്രഹ്മാവ് അല്ലെ, ഭീഷ്മദേവൻ, ജനകൻ, പ്രഹ്ലാദൻ, ഇങ്ങനെയുള്ള ഒരുപാട് മുചുകുന്ദൻ, പിന്നെ അംബരീഷൻ എന്നുള്ള പേരുകൾ ഒരുപാട് പറയുന്നത്. അതിൽ കുറെ 10-60 പേരുകളുണ്ട്. ഇത്രയും മഹാഭക്തന്മാർക്ക് ഭഗവാനെ കുറിച്ച് അറിയും എന്ന് ബ്രഹ്മാവ് പറഞ്ഞു കൊടുക്കാം. ഇനി കൂടാതെ സ്ത്രീകള്, പിന്നെ അതുപോലെ ശൂദ്രന്മാര്, ശബരൻ, ഇങ്ങനെയുള്ള ഒരു പാപജീവിതം നയിക്കുന്നവരാണ് ഈ സ്ത്രീകളൊക്കെ ആയിട്ട് ജനിച്ചെന്ന് പറയും. സ്ത്രീകളായി ജനിക്കുന്ന മുൻജന്മത്തെ ഒരുപാട് പാപം ചെയ്തവരാന്നൊക്കെ പറയും. അതുകൊണ്ടാണ് ഒരുപാട് ക്ലേശങ്ങളൊക്കെ അനുഭവിക്കുന്നത്. അവർക്കൊന്നും ഭാഗവത്തിലൊന്നും പണ്ടത്തെ കാലത്ത് മുന്നിട്ട് വന്ന് ഇരിക്കാനൊന്നും പറ്റില്ല അല്ലേ. ആ സ്ത്രീകൾക്ക് പോലും ഭക്തിയുത സേവനം ചെയ്തു കഴിഞ്ഞാൽ മുക്തി ലഭിക്കുന്നവരാണ്. സ്ത്രീകൾക്കും ശൂദ്രന്മാർക്കും അങ്ങനെയുള്ള എല്ലാവർക്കും എന്താണ്, ഭഗവാന്റെ ഭക്തിയുത സേവനം ചെയ്തു കഴിഞ്ഞാൽ, സമർപ്പിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഭഗവാൻ എല്ലാ ബന്ധനത്തിൽ നിന്നുള്ള മോചിപ്പിച്ച് അവർക്ക് മുക്തി കൊടുക്കും. അവർ ഭക്തന്മാരുടെ ശരണം പ്രാപിക്കണം എന്നാണ് പറയുന്നത് സ്ത്രീകൾ. ഇനി സർവ്വകാരണങ്ങളുടെയും പരമകാരണം ഭഗവാനായതുകൊണ്ട് സർവ്വ ആസ്വാദകനും അദ്ദേഹമാണ്. പരബ്രഹ്മ. ഇത് നാരദന് പറഞ്ഞു കൊടുക്കുകയാണ്. നാരദന്റെ സംശയം എന്തായിരുന്നു?
ബ്രഹ്മാവെ അവിടെ നിന്നാണ് ഈശ്വരൻ എന്നാണ് ഞാൻ വിചാരിച്ചത്. ആരാണ് ഈശ്വരൻ? അപ്പൊ ഈശ്വരനെ പറഞ്ഞു കൊടുക്കണം, സർവ്വകാരണങ്ങളുടെയും പരമകാരണം കൃഷ്ണ ഭഗവാനാകുന്നു. അദ്ദേഹം പരമ ആസ്വാദകനാകുന്നു നാരദ. അദ്ദേഹം പരബ്രഹ്മമാകുന്നു. ഭൗതിക അസ്തിത്വം എന്ന മിഥ്യാതത്വത്തിൽ നിന്ന് അദ്ദേഹം വ്യതിരക്തനാണ്. അദ്ദേഹം നിരാകാരമായിട്ട് ഫസ്റ്റ് കാണുന്നു അല്ലെ. രണ്ടാമത്തെ പടി പരമാത്മാവായിട്ട് കാണാൻ പറ്റും അല്ലെ. അതിലും ഉയർന്നു കഴിഞ്ഞാൽ ഭഗവാനെ വ്യക്തി രൂപത്തിൽ നമുക്ക് ദർശിക്കാൻ പറ്റും. 3 ഭാവങ്ങളും ഭക്തന്മാർക്ക് അറിഞ്ഞിരിക്കണം എന്ന് ഇവിടെ പറയുന്നുണ്ട്. ഇനി ഇങ്ങനെ ചെയ്യുന്നവർക്ക്, ഈ രീതിയിൽ ഭക്തിയുടെ സേവനം ചെയ്യുന്നവർക്ക് കൃത്രിമമായിട്ട് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കൊന്നും വേണ്ട, കഠിന തപസ്സുകളൊന്നും ചെയ്യണ്ടെന്നാ പറഞ്ഞത്. കാരണം ഒരു ഉദാഹരണം പറയുന്നത്, ജലത്തിന്റെ ദേവനാണ് ആര്? ഇന്ദ്രൻ. ഇന്ദ്രന് വെള്ളം കുടിക്കാനായിട്ട് കിണർ കുഴിക്കേണ്ട ആവശ്യമുണ്ടോ എന്നാണ് അവിടെ ചോദിക്കുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ജലമേ കൺട്രോൾ ചെയ്യുന്ന അദ്ദേഹമല്ലേ, മഴ ഉണ്ടാക്കുന്നത് ഇന്ദ്രനാണ്. ആ ഇന്ദ്രന് ജലം കുടിക്കാൻ കിണർ കുഴിക്കേണ്ട. അതുപോലെ പരമഭക്തര് ഭക്തിയുടെ സേവനം ചെയ്യണം. നമുക്ക് യോഗ അനുഷ്ഠാനോ ജ്ഞാനയോഗോ ഒന്നും തന്നെ ആവശ്യമില്ല. കൃഷ്ണന് വേണ്ടി ഇങ്ങനെ കുക്ക് ചെയ്യുക അല്ലെ, കൃഷ്ണന്റെ കഥ കേട്ട് ചിരിക്കുക, കളിക്കുക അല്ലെ, നാമം ജപിക്കുക, കൃഷ്ണന്റെ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും ആ സേവനങ്ങൾ ചെയ്താൽ മാത്രം മതി. കൃഷ്ണന് വേണ്ടി വെയിൽ കൊണ്ട് എന്താണ് അല്ലെ നോട്ടീസൊക്കെ കൊടുക്കാൻ പോവാ, ഇത്ര ചെയ്താൽ മതിയെന്ന്. നമുക്കതിന്റെ ഗുണപ്പം അറിയില്ല. നമ്മൾ വിചാരിക്കും എന്തുകൊണ്ട് എന്തപ്പോ കാര്യം, വെയിൽ കൊണ്ട് കറക്കുന്നുണ്ട് തോന്നുന്നു. അതല്ല സംഭവം. ആ വെയിൽ കൊണ്ട് കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ഗുണം എന്താന്നുള്ളത് ഭഗവാനും പരിശുദ്ധ ഭക്തന്മാർക്ക് മാത്രമേ ഉള്ളൂ. നമുക്ക് യോഗ ധ്യാനത്തിലൂടെ ഇങ്ങനെ ഇരിക്കണ്ട അല്ലെ, ജ്ഞാനയോഗത്തിലൂടെ പോകണ്ട, ഒരു തപസ്സും ചെയ്യണ്ട. വെറുതെ കൃഷ്ണന് വേണ്ടി പ്രേമത്തോടെ സേവനം ചെയ്യണം. അയ്യോ എന്റെ കൃഷ്ണന്റെ അഷ്ടമരോഹിണിയാണ്, ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യട്ടെ കൊണ്ട് ഓടി നടന്നാൽ മാത്രം മതി എന്നാ പറയണത്. അതുകൊണ്ടല്ലേ നമ്മളിത് ചെയ്യണേ അല്ലെ. നമുക്കിത് ഒന്നും വേണ്ടല്ലോ, നമുക്കിത് മനസ്സിലായി ഇതിന്റെ ഗുണം എന്താന്ന് അല്ലെ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ എല്ലാ കാര്യത്തിലും നമ്മളെ കൊണ്ട് നടത്തിക്കുന്ന കൃഷ്ണ ഭഗവാനാണ് അല്ലെ. അത് പടിപടിയായിട്ട് കുറച്ച് അനുഭവങ്ങളാണെങ്കിൽ അത് വലിയ അനുഭവം നമുക്ക് ഉണ്ടായിട്ടുള്ളത്. എത്ര അനുഭവങ്ങളാണ് നമുക്ക്, നിസാരക്കാരെ നമുക്ക് എത്ര അനുഭവങ്ങളാണ് ഭഗവാൻ തന്നിരിക്കണം അറിയോ. കാരണം അങ്ങനെയാണ്. അത് നമ്മൾ അവരവരെ അനുഭവിക്കും, അവരവർക്കത് മനസ്സിലാവും. ഓരോരോ അനുഭവങ്ങൾ സ്വയം നമ്മൾ ഭക്തിയുത സേവനം ചെയ്യുമ്പോൾ ആ രസം, അതുകൊണ്ട് നമുക്ക് ആരെന്ത് പറഞ്ഞാലും എന്തൊക്കെ നാശനഷ്ടം ഉണ്ടെന്ന് നമുക്ക് പുറമെ ആൾക്കാർക്ക് തോന്നിയാലും നമുക്ക് ഭഗവാന്റെ ഭക്തിയാണ് ഇഷ്ടം. കാരണം ആ രസം നമ്മൾ അനുഭവിക്കുന്നുണ്ട്. ഭഗവാനും ഭക്തന്മാർക്ക് ഇടയിൽ ഒരു രസം, ഒരു തമാശയൊക്കെ നടക്കുന്നുണ്ട് അല്ലേ. അത് ഭക്തന്മാർക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് തന്നെ എന്താണ് പറയാ, ഇത് മാത്രം ചെയ്താൽ മതി. നമ്മൾ വിചാരിക്കും ഈ കഠിന യോഗികൾ എന്തൊക്കെ തപസ് ചെയ്യണോ, ഇവര് കടന്ന് അങ്ങോട്ട് കൊണ്ട് വെയിലത്ത് ചണ്ടയും പിടിച്ചിട്ട് ഹരേ കൃഷ്ണ വല്ല കാര്യമുണ്ടോ ചോദിക്കും. പക്ഷെ ഇത് മതി അല്ലേ, ഇത് മതി പൂർണ്ണ മുക്തി ഉണ്ടാവാന്ന് ഇവിടെ പറയണത്. അതീന്ദ്രിയ സാക്ഷാത്കാരത്തിൽ ദരിദ്രരായവർ ഊഹാഭോഗങ്ങൾ നടത്തുകയോ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ച് ധ്യാനത്തിൽ ഏർപ്പെടുകയോ ചെയ്യുന്നു. എന്നാൽ ഒരുവൻ ആത്മാർത്ഥമായിട്ട് ഭഗവാന്റെ അതീന്ദ്രിയ പ്രേമയുത സേവനത്തിൽ വ്യാപൃതമാകുന്നു ഉടനെ അത്തരത്തിലുള്ള ആത്മീയമായിട്ടുള്ള പരിപൂർണ പ്രാപ്തി ഒന്നിച്ച് നമുക്ക് ലഭിക്കുകയാണെന്നാണ് പറയുന്നത്. ഒന്നിച്ച് സാധ്യമാകും. ആയതിനാൽ ജീവിതത്തിന്റെ യഥാർത്ഥ പരിപൂർണത സാക്ഷാത്കാരമാണ് ഭഗവാന്റെ അതീന്ദ്രിയ പ്രേമയുത സേവനം എന്ന് പറഞ്ഞു കൊടുത്തിട്ടാണ് അവസാനിപ്പിക്കുന്നത് ഈ ചാപ്റ്ററിനെ. ആർക്കാ പറഞ്ഞു കൊടുക്കുന്നത്? ബ്രഹ്മാവ് നാരദിന് പറഞ്ഞു കൊടുക്കുകയാണ്. എന്നിട്ട് ബ്രഹ്മാവ് പറയണേ, ഹേ നാരദ, ഈ ഭഗവത് ശാസ്ത്രം എനിക്ക് അരുളി ചെയ്തത് ആരാണ്? സാക്ഷാൽ ഭഗവാനാണ്. ഈ ശാസ്ത്രത്തെ ദയവായി നീ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുമെന്ന് പരമ്പര പറയാണ്. ഇനി നാരദൻ എന്ത് ചെയ്തു? അത് ബ്രഹ്മാവ് ഭഗവാനിൽ നിന്നത് കേട്ടു. ഇനി എന്നിട്ട് നാരദന് പറഞ്ഞു കൊടുത്തു. നാരദൻ അത് ആർക്കാ പറഞ്ഞു കൊടുക്കണത്? വേദവ്യാസന് പറഞ്ഞു കൊടുത്തു. വേദവ്യാസൻ ആർക്കാ പറഞ്ഞു കൊടുക്കുന്നത്? ശുഗ മഹർഷിക്ക്. ഇനി ശുഗ മഹർഷിയിൽ നിന്നത് മറ്റുള്ളവരേക്ക് പറഞ്ഞു. അങ്ങനെ പരമ്പര വഴി ഗുരു ശിഷ്യ ശ്രേണിയിലൂടെ യഥാർത്ഥ പ്രതിനിധിയിൽ നിന്നും നമ്മൾ ശ്രവിക്കണം. അല്ലെങ്കിൽ എന്താണത് നമുക്ക് ദോഷം ചെയ്യും അല്ലേ. പാല് നല്ലതാണെങ്കിലും അത് പാമ്പ് കൊത്തിയ പാലാണെങ്കിലും നമുക്കത് കുടിച്ചാൽ മരിച്ചു പോവില്ലേ. അതുപോലെ നല്ലതാണ് ഭാഗവതം ഭഗവത് കഥകളും. പക്ഷെ പരിശുദ്ധ ഭക്തരിൽ നിന്ന് കേട്ടാലേ നമുക്ക് അതിന്റെ ശരിയായ അനുഭവം ഉണ്ടാവുള്ളൂ. അതായത് നമ്മുടെ ശ്രോതാക്കളെ സന്തോഷിപ്പിച്ച് ഇന്ദ്രിയ തൃപ്തിക്ക് കൊടുത്തിട്ട് പണം ഉണ്ടാക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ ഉപജീവനത്തിന് വേണ്ടിയിട്ട് ഭാഗവതം പ്രഭാഷിക്കുന്നവരുണ്ട്. അവരിൽ നിന്ന് കേൾക്കുക, അവർ മനോഹരമായിട്ടൊക്കെ കാര്യങ്ങൾ പറയും. ദശമസ്കന്ധമൊക്കെ ഇങ്ങനെ പറയും. അതൊക്കെ ഇത്തിരി രസകരമല്ലേ എന്ന് പറഞ്ഞിട്ട്, പക്ഷെ അതിലേക്കൊന്നും എടുത്തു ചാടാൻ പാടില്ല എന്ന് നമ്മോട് പറയണേ. നമ്മൾ പടിപടിയായിട്ട് ഭഗവാന്റെ 1-ാം സ്കന്ധം മുതൽ ഈ അദ്ദേഹത്തിന്റെ അവതാരങ്ങൾ, സൃഷ്ടികർമ്മങ്ങളൊക്കെ പഠിച്ച് അദ്ദേഹം ആരാന്ന് മനസ്സിലായിട്ട് വേണം. അദ്ദേഹം ആരാന്നിപ്പോ നമുക്ക് മനസ്സിലായി. വേണം വെച്ച മൂക്ക് കൂടെ വന്ന് വരാഹനായിട്ട് ഇട്ടിച്ച് തകർക്കാൻ കഴിവുള്ളവർ. അദ്ദേഹത്തിന് വേണം വെച്ച നരസിംഹനായിട്ട് ഭൂമി മുഴുവൻ നശിപ്പിക്കാൻ കഴിവുള്ള അദ്ദേഹമാണ്. പ്രപഞ്ചമേ നശിപ്പിക്കാൻ അദ്ദേഹത്തിന്റെ ഒറ്റ നോട്ടം കൊണ്ട് പറ്റും. ഒരു പുരിക കൊടി കൊണ്ട് അദ്ദേഹം പുരിക കൊടി ചലിപ്പിച്ചു കഴിഞ്ഞാൽ കംപ്ലീറ്റ് സംഹാരം നടക്കുന്നു. ആ ഭഗവാനാണ് രാസലീല നടത്തുന്നത്. നമ്മൾ അതിനെ മാനുഷികമായിട്ട് കൊണ്ടുവരും. ഫസ്റ്റ് ദശമസ്കന്ധം പഠിച്ചു കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ സ്ത്രീകളുമായിട്ട് ഡാൻസ് ചെയ്യണമായിട്ട് നമ്മൾ കരുതി സങ്കല്പിച്ച് കേവലം ഒരു മനുഷ്യന്മാരുടെ ഒരു രീതിയായിട്ട് മാറും. അതുകൊണ്ടാണ് നമ്മൾ 9 സ്കന്ധവും പഠിച്ചിട്ട് ദശമസ്കന്ധം പഠിക്കാനായിട്ട് പറയുന്നത്. അതൊന്നും ഈ ഇങ്ങനെയുള്ള ആൾക്കാരൊന്നും പാലിക്കില്ല. നേരിട്ട് ലീലകൾ മാത്രം പറയും. അതാണ്.
പിന്നെ അതൊക്കെയാണ് ഇതിൽ പറഞ്ഞിട്ട് കഴിഞ്ഞു. അപ്പം അതിന് മുക്താത്മാക്കളെ ഉദ്ദേശിച്ചിട്ടാണ് രാസലീല പോലുള്ള കാര്യങ്ങളും ബദ്ധാത്മാക്കളെ ഉദ്ദേശിച്ചിട്ടാണ് എന്ത് ഈ ഭഗവാന്റെ നവമസ്കന്ധങ്ങളും. ബദ്ധാത്മാക്കൾക്ക് ആദ്യം ഈ ബദ്ധ ജീവിതത്തിൽ നിന്ന് മുക്തി കിട്ടണം, അതിന് ഭഗവാനോട് അട്രാക്ഷൻ വരണം, അതിന് ഭഗവാന്റെ ശക്തികളും അല്ലെ സൃഷ്ടികളും സൃഷ്ടികർമ്മങ്ങളൊക്കെ പഠിച്ച് ഭഗവാനെ കുറിച്ച് കംപ്ലീറ്റ് മനസ്സിലാകുമ്പോൾ അവർക്ക് മുക്തി കിട്ടി. മുക്തി കിട്ടിയതിന് ശേഷമാണ് നമ്മൾ രാസലീല പോലുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവുള്ളൂ, ഭഗവാന്റെ ദശമസ്കന്ധത്തിലെ ലീലകൾ. അപ്പോൾ നമ്മുടെ ഈ ചാപ്റ്റർ ഇവിടെ അവസാനിച്ചു അല്ലെ. സവിശേഷമായ കർമ്മങ്ങളുള്ള നിർദ്ദിഷ്ട അവതാരങ്ങൾ എന്ന ശ്രീമദ് ഭാഗവതം ദ്വിതീയ സ്കന്ധം 7-ാം അധ്യായത്തിന്റെ ഭക്തി വേദാന്ത വ്യാഖ്യാനം ഇപ്രകാരം സമാപിക്കും. ഹരേ കൃഷ്ണ. ഓം തത്സത്. അപ്പൊ നമുക്കിത് മനസ്സിലായില്ലേ? ഈ ഇതിൽ പറഞ്ഞ മുഴുവൻ എന്താണ്? വിവിധ അവതാരങ്ങൾ പറഞ്ഞു കൊടുക്കാണ് അല്ലെ. എന്താണ് അവസാനം നാരദ മഹർഷി അങ്ങ് ചെയ്യേണ്ടതെന്നും പറഞ്ഞു കൊടുക്കാം. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ജയ ഹരേ കൃഷ്ണ.